നമ്മളിങ്ങനെ ശ്രീമതി രാധാറാണിയുടെ പാട്ട് കേട്ടുകൊണ്ടിരുന്നാൽ അതങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. കാരണം ഒരു കാരണവശാലും നമുക്ക് ശ്രീമതി രാധാറാണിയുടെ നാമത്തിലൂടെ കടന്നു പോകുന്ന ഒരു പാട്ടുകളും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. സമയപരിമിതി കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതാണ് വിശേഷം. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് ചെയ്യാം. ഞാൻ സമയം പോലെ മെസ്സേജസ് എല്ലാം റീഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ച് ചെറിയൊരു യാത്രയിലാണ്, അതുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് നോക്കാൻ സാധിക്കാത്തത്. വൈകാതെ തന്നെ മെസ്സേജ് നോക്കാം. പിന്നെ ഇന്ന് ഭയങ്കരം ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്ക്. കാരണം ഞാൻ ഇന്ന് ഇവിടെ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് ഞാനൊരു വളരെ നല്ലൊരു കിൻഡർ ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുക, ഒരു കുട്ടി എങ്ങനെയായിരിക്കണം വളരേണ്ടത് എന്നുള്ളതിൻ്റെ അടിസ്ഥാന ബാലപാഠങ്ങൾ അത് നമുക്ക് എല്ലാവർക്കും തുടങ്ങുന്നത് വീട്ടിൽ നിന്നാണ്, അല്ലേ? ഒരു കുട്ടി വളരുന്നത് എപ്പോഴും വീട്ടിലെ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടായിരിക്കും. ലൈക്ക് അവർ പഠിക്കുന്നത് പോലും വീട്ടിലുള്ള മുതിർന്നവരെ ആയിരിക്കും. അത് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ കുട്ടികൾ എന്താണോ ചെറിയ പ്രായത്തിൽ അവർ മനസ്സിലാക്കുന്നത് അത് അങ്ങനെ തന്നെ അവരുടെ ലൈഫിൻ്റെ എൻഡ് വരേക്കും കീപ്പ് ചെയ്യും, അല്ലേ? നമ്മളെല്ലാം വളരെയധികം മാധുര്യത്തോടു കൂടി ആലോചിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുനാളിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നത്തെ അത്ര സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനം നമുക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യവും അന്ന് ഉണ്ടായിരുന്നില്ല. അയ്യോ, ഇത്രേ സൗണ്ട് ഉള്ളൂ കേട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും ഹെഡ്സെറ്റ് എന്തെങ്കിലും വെച്ചോളൂ, കാരണം സൗണ്ട് എനിക്ക് ഇതിൽ കൂടുതൽ വോളിയം ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഹെഡ്സെറ്റ് എന്തെങ്കിലും വെച്ചിട്ട് കേൾക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഞാനിവിടെ ഒരു പ്രീ സ്കൂൾ വിസിറ്റ് ചെയ്യാൻ ഇടയായി. പ്രീ സ്കൂൾ എന്ന് പറഞ്ഞപ്പം എൻ്റെ ഒരു തോട്ടിൽ നമ്മുടെ തന്നെ ഒരു എന്താ പറയുക, ഒരു സ്കൂളിംഗ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ആ ഒരു മൈൻഡായിരുന്നു എനിക്ക്. പക്ഷെ ആ സ്കൂളിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുമ്പോൾ മുതൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസിൽ തന്നെ അവർ തുളസി വെച്ചിട്ടുണ്ട്. ആ തുളസി ചെടിയുടെ അടിയിൽ തുളസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ ഭാഗങ്ങളിലും ആ സ്കൂളിൻ്റെ ഓരോ കോർണറിലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭക്തിയാണ് കാണാൻ സാധിച്ചത്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സനാതന ധർമ്മമാണ്, അല്ലെ? കേരളത്തിന്റെ പുറത്ത് ഇതുപോലെ ഒരു സ്കൂൾ റൺ ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറൊരു ലോകത്തിലെത്തിയ ഒരു പ്രതീതിയായിരുന്നു ശരിക്കും ഞാൻ അവിടെ എത്തിയപ്പോൾ. കാരണം അവിടെ പഠിക്കുന്ന കുട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭക്തി ലഭിക്കുന്നുണ്ട്, അച്ചടക്കം, ഡിസിപ്ലിൻ ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, നീറ്റ്നെസ് ഉണ്ട്, അതുപോലെ അവർക്ക് റെസ്റ്റിംഗ് ഉണ്ട്, തിങ്കിങ് മെന്റാലിറ്റി ഉണ്ട്, അവർക്ക് നല്ല ഒരു റിലേഷൻഷിപ്പ്. അതായത് ഒരു ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ സ്കൂളിങ്ങിലൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഭയങ്കരമായിട്ട് കരയും, അല്ലേ? പക്ഷെ ഇത് അങ്ങനെ ഒന്നുമല്ലാതെ ഓരോ കോർണറിലും പുതുമ തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട്. അത് ഭയങ്കരം നല്ലൊരു വിസിറ്റ് ആയിരുന്നു എനിക്ക്. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ ഞാൻ വായിച്ച ഒരു പ്രധാനപ്പെട്ട വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ മറന്നു പോകുന്നത് നമ്മുടെ മാതൃഭാഷയാണ്, അല്ലെ? പക്ഷെ അതിനും ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഇല്ലാതെ നമുക്ക് വരും കാലങ്ങളിൽ എവിടെയും നമുക്ക് നിൽക്കാൻ പറ്റില്ല, കറക്റ്റ് അല്ലേ? അത് ഒരു കോമൺ ലാംഗ്വേജ് ആണ്, അത് വേണം. കാരണം ടെക്നിക്കലി അത്രയും വളർന്നുകൊണ്ടിരിക്കുകയാണ് സൊസൈറ്റി. അപ്പം നമ്മൾ കാലത്തിനൊത്ത് സഞ്ചരിച്ചേ പറ്റൂ. അപ്പോൾ അവിടെ ഞാൻ കണ്ടത്, ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല, ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നു. ആ ഒരു വേർഡ് എനിക്ക് വളരെയധികം അട്രാക്റ്റീവായി. കാരണം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല, ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നു. അതൊരു നല്ലൊരു തോട്ടാണ്, അല്ലേ? അപ്പൊ അങ്ങനെ ആ ഒരു കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഡിസിപ്ലിനിലിരുന്ന് ഭക്തിയിലിരുന്ന് എല്ലാം കൊടുക്കുന്ന ഒരു സ്കൂളായിരുന്നു, ഒരു കിൻഡർ ഗാർഡൻ ആയിരുന്നു ഞാൻ ഇന്ന് വിസിറ്റ് ചെയ്തത്. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിൽ ഇടാം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ കോൺടാക്ട് ചെയ്യാം. ഒരു കുട്ടി അവിടെ എത്തുമ്പം ആ കുട്ടിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം ഒരു ഉണർവ് നൽകുന്ന, ഒരു പാരൻസിൽ നിന്ന് വിട്ടിട്ട് നമ്മളൊരു സ്കൂളിംഗ് ലൈഫിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ യാതൊന്നുമില്ലാതെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ സ്കൂള്. ഞാൻ അതിൻ്റെ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ വേർഡ്സ് ഉണ്ട്, അതെല്ലാം തരാം. പിന്നെ എനിക്ക് തോന്നിയത് അവരുടെ എല്ലാം ചെറിയ ചെറിയ ഫിംഗേഴ്സ് ആയിരിക്കും കുട്ടികളുടെ, അല്ല? അപ്പം അത്രയ്ക്കൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് പോലും അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ത്രൂ അങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക കളികൾ, ഗെയിംസ് അതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ
ഇപ്പം ടോയ്ലറ്റ് ആണെങ്കിലും ആ ടോയ്ലറ്റിന് ഡോറിൻ്റെ അവിടെ അവർ എങ്ങനെയാണ് ടോയ്ലറ്റിൽ പോയിട്ട് വരേണ്ടത് എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പം ശരിക്കും കേരളത്തിൻ്റെ പുറത്ത് ഇത്രയും ഭക്തിയിൽ ഡിവോഷണലി ഒരു കുട്ടിയെ ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. നല്ല ഒരു പ്രസ്ഥാനമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അവിടെ പഠിച്ചിട്ട് വളരുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ കൺഫേം ആയിട്ട് ആ കുട്ടിക്ക് വിജയം മാത്രമേ ഉണ്ടാവൂ. കാരണം ബാലപാഠങ്ങളാണ് നമുക്ക് അടിസ്ഥാനം, അല്ലേ? നമ്മുടെ വീടുകളിൽ എന്താ സാധാരണ ഉള്ളത്? അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക്, ഇത് കണ്ടിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന കുട്ടികൾ. പക്ഷെ ഇതൊരു 2 വയസ്സ് മുതൽ ആ കുട്ടിക്ക് കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ഭയങ്കരം ട്രെയിനിങ് ആണ്, പറയാൻ വേർഡ്സ് ഇല്ല. നല്ല ഒരു എഡ്യൂക്കേഷനാണ്. അപ്പോൾ എനിക്കത് ഒരുപാട് റെസ്പെക്റ്റ് തോന്നി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ സനാതന ധർമ്മത്തിൽ പറഞ്ഞാൽ ഒരു കുഞ്ഞു ഗുരുകുലം, അതേ പറയാൻ പറ്റും. അവിടെ വരുന്ന ഓരോ കുട്ടികളെയും നമ്മളിങ്ങനെ മനസ്സിൽ ഞാനിങ്ങനെ തിങ്ക് ചെയ്യായിരുന്നു, ഇത്ര ലക്കിയാണ് ആ കുട്ടികൾ. കാരണം അങ്ങനെ വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത്, കാരണം കയറി വരുമ്പോൾ എൻട്രൻസിൽ തന്നെ ഉള്ളത് തുളസിയാണ്. ആ കുട്ടിയുടെ കണ്ണിൽ രജിസ്റ്റർ ആവുന്നത് തുളസി ദേവിയാണ്. അതിൽ നിന്ന് തുടങ്ങുന്നു ആ കുട്ടിയുടെ പാഠങ്ങൾ. അപ്പോൾ എത്രമാത്രം മനോഹരമായിരിക്കുന്നു ഓരോ എഡ്യൂക്കേഷൻ്റെ മെത്തേഡും എന്ന് ഞാൻ ആലോചിക്കുകയാണ്. നമ്മുടെ ഗുരുകുലം കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരിക്കലും ഒരു സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ നോക്കിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് എത്ര ബ്രാഞ്ചസ് ഉണ്ട്, അത് എത്ര വലിയ ബിൽഡിംഗ് ആണ്, ഇതെല്ലാം നോക്കേണ്ടത് സനാതന ധർമ്മത്തിലൂടെയാണോ നമ്മുടെ കുട്ടികൾ യാത്ര ചെയ്യുന്നത്, അതിനുള്ള ബേസ്മെന്റ് ആണോ അവിടെ നിന്ന് കിട്ടുന്നത്. ഈ രീതിയിൽ വിദ്യാഭ്യാസത്തെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യാൻ പഠിക്കണം. അവിടുത്തെ കുട്ടികൾ വളരെ ഭാഗ്യശാലികൾ തീർച്ചയായിട്ടും. കാരണം ആ സ്കൂളിൻ്റെ അകത്ത് പൂജാറും വരെ ഉണ്ടെന്നുള്ളതാണ്. അവിടെ എല്ലാ ദൈവങ്ങളെയും വെച്ചുകൊണ്ട്, കൃഷ്ണനെയും വെച്ചുകൊണ്ട് ആരാധന, വർഷിപ്പ് വരെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. അവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ MD എൻ്റെ അടുത്ത് പറഞ്ഞു, മാം നിങ്ങൾക്ക് എന്താണോ, ഏത് ബുക്കാണോ വേണ്ടത് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത്രയ്ക്ക് ഇസ്കോണിനെ കുറിച്ചൊരു അറിവില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ അവർക്ക് ഗീതയൊക്കെ ഡൊണേറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ കുറേ ബുക്സ് ഇങ്ങനെ നോക്കി വന്നപ്പം ഇല്ല, എനിക്ക് പറ്റിയ ബുക്സ് ഇല്ല. കാരണം നമ്മൾ വായിക്കുന്നത് മുഴുവൻ സ്പിരിച്വൽ ബുക്സ് ആണ്. എക്സ്പെഷ്യലി ബാംഗ്ലൂരാണ്. അപ്പോൾ എക്സ്പെഷ്യലി നമ്മൾ ശ്രീല പ്രഭുപാദരുടെ ബുക്കാണല്ലോ വായിക്കാൻ ഇഷ്ടപ്പെടുക, വേറെ ബുക്സ് ഒന്നും വായിക്കില്ല. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി വന്നപ്പോൾ എന്താ പറയുക, എനിക്ക് ഒരു ഭയങ്കര ഹാപ്പിനെസ് കൊടുത്തൊരു കാര്യമുണ്ട്. ഞാൻ എടുത്ത ബുക്ക് എന്ന് പറയുന്നത് ജൈവധർമാവെ കുറിച്ചിട്ടുള്ളതാണ്. ജൈവധർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഭക്തിവിനോദ് ഠാക്കൂർ, അറിയാലോ നമ്മുടെ ഗുരു പരമ്പര, ഭക്തിവിനോദ് ഠാക്കൂറിൻ്റെ ബുക്കാണ് ജൈവധർമ്മ. ഈ നിത്യാനന്ദ പ്രഭുവും നമ്മുടെ ചൈതന്യ മഹാപ്രഭുവും ആ ലൈബ്രറിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെ എന്നെ വളരെയധികം ഹാപ്പിയാക്കി. വൈകാതെ ഞാൻ ജൈവധർമ്മ എന്താണുള്ളതും നമ്മുടെ സമ്പ്രദായങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു ക്ലാസ് തരാം. ആദ്യം ഞാനിതൊന്ന് വായിക്കട്ടെ. ഓക്കെ, വായിച്ചതിന് ശേഷം നമ്മുടെ ഗുരു പരമ്പര എല്ലാം ഈ ബുക്കിലുണ്ട്. നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ബുക്കാണിത്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, ശീല പ്രഭുപാജി, നമ്മുടെ ഭക്തി വിനോദ് ഠാക്കൂർ, ഗൗരകിഷോർദാസ് ബാബ മഹാരാജ്, ജഗ്നാഥ് ബാബ മഹാരാജ്, അങ്ങനെ എല്ലാവരുടെയും ഒരു ബുക്കാണ് ജൈവധർമ്മ. ഇത് ഒരുപാട് എന്താ പറയുക, അതുപോലെ നമ്മൾ എത്ര ആഗ്രഹിക്കുന്നു മാതാജി, തീർച്ചയായിട്ടും അതുപോലെ ഒരു സ്കൂളൊക്കെ കേരളത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അതൊരു നമുക്കൊരു എന്താ പറയുക, ഒരു ബ്ലെസ്സിങ് വേണം. അങ്ങനെ ഒരു സ്കൂളിലേക്കൊക്കെ നമ്മുടെ കുട്ടികളെ പഠിക്കാൻ വിടുക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എഡ്യൂക്കേഷനെ കുറിച്ച് വളരെയധികം എന്താ പറയുക ചിന്തിക്കുക. അങ്ങനെയുള്ള സനാതന ധർമ്മത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്കൂളിലേക്ക് മാത്രം നമ്മുടെ കുട്ടികളെ വിടുക. അവിടുത്തെ കുട്ടികൾ ഭയങ്കര നീറ്റായിരിക്കും, ഡിസിപ്ലിൻ ഉള്ളവരായിരിക്കും, നല്ല തിങ്കിങ് മെൻറ്റാലിറ്റി ഉണ്ടാവും അവർക്ക്. അതുപോലെ അവരെന്താ പറയുക, അവർക്കൊരു നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ അതാണ് ആ സ്കൂളിൽ കിട്ടുന്നത്. ഒപ്പം നമ്മുടെ സനാതന ധർമ്മവും. ഞാൻ വളരെ ഹാപ്പിയാണ് ആ സ്കൂൾ വിസിറ്റ് ചെയ്തിട്ട്. ഒരുപാട് എന്താ പറയുക ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് വരട്ടെ. ലോകം മുഴുവനുള്ള എല്ലാ കുട്ടികൾക്കും ഇതുപോലെയുള്ള നല്ല അടിസ്ഥാനപരമായ ബേസ്മെൻ്റ് ഉള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് ഗീത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ഭഗവത്ഗീത യഥാരൂപത്തിൽ അധ്യായം 8 നമ്മൾ പരമപദ പ്രാപ്തിയെക്കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലേ? അതിൽ ഞാൻ ഇന്നലെ രണ്ട് ലെസൺ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ആ 2 ലെസൺ? ഈ ഗവൺമെന്റിന്റെ കാലത്ത് അതൊന്നും പ്രതീക്ഷിക്കുന്നു. ഇല്ല, ഇതൊരു പ്രൈവറ്റ് സെക്ടറാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. പക്ഷേ എനിക്ക് എന്താ പറയുക, 100 out of 100 അതാണ് ഞാൻ കൊടുക്കുന്ന മാർക്ക്. അവിടുത്തെ കുട്ടികളെ കണ്ടാൽ നമുക്ക് പാദ നമസ്കാരം ചെയ്യാൻ തോന്നും. കാരണം അത്രയും പുണ്യമായ ജീവാത്മാക്കളാണ് ആ കുട്ടികൾ. അതെ, ഇതിനൊക്കെ എങ്ങനെ സമയം കണ്ടു? അയ്യോ, നമുക്ക് ടൈം കണ്ടെത്തി ഇതൊക്കെ വിസിറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ലൈഫിൽ വിസിറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ മോളോ അല്ലെങ്കിൽ കുറേ മൂവി തിയേറ്റേഴ്സോ ഒന്നുമല്ല. നമ്മൾ നമ്മുടെ ചുറ്റുപാടുകൾ ആദ്യം വിസിറ്റ് ചെയ്യണം. അവിടുന്ന് കിട്ടുന്ന പുതിയ പുതിയ നോളേജ്, ഇങ്ങനെ ആയിരിക്കണം, ഇതുപോലെ ആയിരിക്കണം എന്നുള്ള ഒരു ഇത് നമുക്ക് കിട്ടുമല്ലോ.
ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവിടെ വിസിറ്റ് ചെയ്തപ്പം. ഓക്കെ, അപ്പം ഇനി 23 എടുക്കേണ്ടത്. ഓക്കെ, നൈസ്. ആരാ പറഞ്ഞത്? പ്രസന്റ് ആണോ? 23 അല്ലേ? അപ്പൊ 23 ശ്ലോകം ഭഗവാൻ എന്ത് പറയുന്നു നോക്കാം. എത്ര കാലേ തനാവൃത്തി ആവൃത്തിയും ക്ഷവയോഗിന പ്രയാധ യാന്തിം തം കാലം വക്ഷ്യാമി ഭരതവർഷത എന്ന് പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഹേ ഭരതശ്രേഷ്ഠ, ഭഗവാൻ പറയുന്നു, ഹേ ഭരതശ്രേഷ്ഠ, ഏതേതു കാലങ്ങളിൽ ദേഹത്യാഗം ചെയ്യുന്ന യോഗിക്ക് പുനർജന്മം വേണ്ടി വരില്ല എന്നും ഏതേതു കാലങ്ങളിലാൽ ഇനി ജനിക്കണം എന്നുള്ളത് ഇനി നിന്നോട് പറഞ്ഞു തരാം. അതായത് ഭഗവാൻ പറയുന്നു, ഓരോ കാലത്തിലും നമുക്ക് പുനർജന്മം ഉണ്ട് ഇല്ലേ? ഇപ്പൊ നമ്മൾ ഈ ജന്മം, സത്യം അച്ഛാ സത്യം, ഇത് ഒരു ഭഗവാന്റെ ഒരു ബ്ലെസ്സിങ് ആണ് ഇന്ന് ആ സ്കൂൾ എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഓരോ കാലത്തിലും നമ്മൾ ജനിക്കുന്നുണ്ട്, കറക്റ്റ് അല്ലേ? നമ്മളുടെ കർമ്മം, നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു. ഗുരുജിയുടെ ശ്രീ ഗുരുജിയുടെ സ്കൂളല്ല, ഇതൊരു പ്രൈവറ്റ് സെക്ടറാണ്. ഞാൻ സ്കൂൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇട്ടുതരാം. ബാംഗ്ലൂർ ആരെങ്കിലും കുട്ടികളൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ അത് കിൻഡർ ഗാർഡൻ ആണ്. 2 വയസ്സ് മുതൽ കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ പറ്റും. പിന്നെ ഒരു സീനിയർ കിൻഡർ ഗാർഡൻ ഉണ്ട്. അത് ഞാൻ എന്താ പറയാ, നിങ്ങൾ അത് വിസിറ്റ് ചെയ്യണം. വൺസ് ആ സ്കൂളിൽ വിസിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അവര് ഈ സൈഡിലൊക്കെ ഇങ്ങനെ എന്താ പറയാ, കുട്ടികൾ ഇപ്പൊ വീണ് പോകില്ലേ കളിക്കുമ്പോൾ, വീണ് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടി സ്പോഞ്ച് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് അവരത് കെയർ ചെയ്യാണ്. അതുപോലെ ബാത്റൂമിലാണെങ്കിൽ എപ്പോഴും ഡ്രൈ ആയിരിക്കും, വെറ്റായിട്ട് ഇരിക്കാൻ പാടില്ല, എപ്പോഴും ഡ്രൈ ആയിരിക്കണം. കുഞ്ഞു കുഞ്ഞു ടോയ്ലറ്റ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ, നല്ലൊരു ഈസി ആക്സസ് എന്നുള്ള രീതിയിൽ. അതുപോലെ പിന്നെ എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് അതിന്റെ അപ്സ്റ്റെയർ ഉണ്ട്. അപ്പൊ കുട്ടികൾ എന്തായാലും നോർമലി അപ്സ്റ്റെയറിലേക്ക് ഓടിക്കയറും അല്ലേ? അപ്പൊ അവിടെയൊക്കെ റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്, കുട്ടികൾ ഇങ്ങനെ സ്കിഡായി വീഴാതിരിക്കാൻ. സൈഡിലെല്ലാം നെറ്റ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കുട്ടി പോലും മറിഞ്ഞു കെട്ടി വീഴരുത് എന്നുള്ള ആ ഒരു ഇതില്. പിന്നെ തോന്നിയത് ഒരു സ്പെഷ്യൽ ഒരു സൈക്കിള്, അത് കുറച്ചും കൂടെ നോർമൽ സൈക്കിള്, പക്ഷെ അത് ഇങ്ങനെ കുറച്ചും കൂടെ അവർക്ക് ഒരു അട്രാക്ഷൻ തോന്നുമാതിരി സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ബെസ്റ്റ് ആയിട്ട് ഡിസിപ്ലിനോട് കൂടി ഇരിക്കുന്ന കുട്ടി ആരാണോ ആ കുട്ടിക്ക് ആ സൈക്കിൾ കയറിയിട്ട് കളിക്കാം. അങ്ങനെയൊക്കെ കുട്ടികൾക്ക് എന്താ പറയുക, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള. ഞാനൊക്കെ ആലോചിക്കായിരുന്നു, ഞാനൊന്നും പഠിക്കുമ്പോൾ ഇതൊന്നും ഇല്ലല്ലോ എന്ന് ആലോചിക്കണം. അതെ, ഭയങ്കര കെയറിങ്, എത്ര കരുതലാണെന്നറിയാമോ ആ സ്കൂള്. പിന്നെ സോളാർ സിസ്റ്റം, നമ്മുടെ പ്ലാനറ്റ്സിന്റെ അതുണ്ട്. അത് അവരുടെ കണ്ണിന് അട്രാക്റ്റീവ് ആവുന്ന തരത്തിലുള്ള കളേഴ്സ് അത് വെച്ചിട്ട് സോളാർ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു ഐഡിയ കിട്ടും. വേദിക് കോസ്മോളജിയുടെ ബേസ്മെന്റ് അതുവരേക്കും അവിടെ ഞാൻ കണ്ടു. അപ്പം നിങ്ങൾ എല്ലാവരും ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇവിടെ സജസ്റ്റ് ചെയ്യാം. അവരുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് കെയറിങ് ആണ്. കെയറിങ്, അതുപോലെ എന്താ പറയുക, ആ കുട്ടികൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന അത്രയും ടൈം ആ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഓരോ മൊമെൻറ്റും, ഓരോ എഡ്യൂക്കേഷനും അവർക്ക് അതൊരു എന്താ പറയുക, പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് ഗ്രൂപ്പിലിടാം, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. അപ്പം എനിവേ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഓരോ കാലത്തിലും നമ്മൾ ജനിക്കുന്നുണ്ട് അല്ലേ? ഓരോ സമയങ്ങളിലും നമ്മൾ ജനിക്കുന്നുണ്ട്. അപ്പോൾ ആ ജനിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരോ തെറ്റുകൾ ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. ബാംഗ്ലൂർ എവിടെയാണ്, ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പ് ചെയ്യാം. അപ്പോൾ ഓരോ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചും നമ്മൾ വീണ്ടും വീണ്ടും പുനരാവർത്തി ജനിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഓരോ സമയത്തും നമ്മളിങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതേതു കാലങ്ങളിലായാൽ വീണ്ടും ജനിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. നമ്മൾ ഏതെങ്കിലും ഒരു കാലത്ത് ജനിച്ചാൽ വീണ്ടും വീണ്ടും നമ്മൾ എവിടെയൊക്കെയാണോ, സത്യം നമ്മുടെ മക്കൾക്ക് അവിടെ പഠിച്ചാൽ മതിയെന്നൊന്നും ഞാൻ ആലോചിക്കുമായിരുന്നു. ജനിക്കണം എന്നുള്ളത് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. ഭഗവാന് സമ്പൂർണ്ണ സമർപ്പണം. ഫീസ് ഒന്നും വലുതായിട്ടില്ല, അതൊക്കെ നല്ല റീസണബിൾ ഫീസാണ്. ഫീസൊന്നും അവർക്ക്, ഞാൻ ചോദിച്ചു, അതൊക്കെ വളരെ റീസണബിൾ ഫീസാണ്. നമ്മുടെ മോഡേൺ എഡ്യൂക്കേഷന്റെ ഫീസ് ഒന്നുമില്ല. അപ്പോൾ ഭഗവാന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത ശുദ്ധ ഭക്തന്മാർ തങ്ങളുടെ മരണം എപ്പോൾ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ആലോചിക്കാറില്ല. നമ്മൾ എന്താ പറയാ, നമ്മളിപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും മരിക്കും അല്ലെ? എല്ലാവരും മരണത്തെ പേടിക്കുന്നവരാണ്. എന്തിനാണ് മരണത്തെ പേടിക്കുന്നത്? നമ്മൾ ജനിക്കുമ്പോൾ തന്നെ മരണം നമ്മുടെ ഒപ്പം ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ മരണത്തെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? 22 അമ്മ 23 ശ്ലോകം എടുക്കേണ്ടത്. 23 പറഞ്ഞത്? 23 എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 22 എടുത്തിട്ടില്ലെങ്കിൽ അതും കൂടി ഞാൻ എടുത്തുതരാം. അപ്പൊ
നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊപ്പം ജനിക്കുന്ന ഒരാളാണ് ആര്? മരണം എന്ന് പറയുന്നത്. അതെങ്ങനെയായിരിക്കും, എവിടെ വെച്ചായിരിക്കും, ഇതേക്കുറിച്ച് നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്യേണ്ട. കാരണം എന്താ, ഭഗവാന് സമർപ്പണം ചെയ്തൊരു ജീവിതമാണ് നമ്മുടേത്, അല്ലെ? അപ്പൊ ഭഗവാൻ എപ്പോഴും നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. ഒരു സന്തത സഹചാരിയായിട്ട് അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, എല്ലാം ഭഗവാനെ ഏൽപ്പിച്ചിട്ട് നല്ല സന്തോഷത്തോടു കൂടി ഭഗവാന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാ ജീവാത്മാക്കളും ഇവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കേണ്ടവരല്ല. ഇവിടുന്ന് കിട്ടുന്ന നമ്മുടെ ഓരോ കോൺടാക്ട്സും, അതായത് ഹസ്ബൻഡ്, വൈഫ്, കുട്ടികള്, നമ്മുടെ റിലേഷൻസ്, ഫ്രണ്ട്സ്, ഇവര് ഇതെല്ലാം നമ്മുടെ ബോഡിയുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ്. നമ്മുടെ സോളുമായിട്ട് ഇവർക്ക് ആർക്കും ഒരു അറ്റാച്ച്മെന്റും ഇല്ല. ശരിയല്ലേ? അപ്പൊ ഈ സോളുമായിട്ട് ആകെ നമുക്ക് അറ്റാച്ച്മെന്റ്, ആത്മാവുമായിട്ടുള്ള ആകെ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഭഗവാൻ മാത്രമാണ്. പരമാത്മാവിൽ നിന്ന് വന്ന ജീവാത്മാക്കളാണ് നമ്മൾ എല്ലാവരും. അപ്പൊ എപ്പോ നമ്മൾ പരമാത്മാവിലേക്ക് തിരിച്ചു പോകും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരിക്കലും ടെൻഷൻ എടുക്കേണ്ട. ശുദ്ധഭക്തരല്ലാത്ത കർമ്മജ്ഞാന ഹഠ യോഗാദി സാക്ഷാത്കാര പദ്ധതികളിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നവരാകട്ടെ ജനിമൃതികളിലുള്ള ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരണമോ വേണ്ടയോ എന്ന് തീരുമാനിച്ചതുകൊണ്ട് അതിനനുസരിച്ചുള്ള സമയത്ത് നമുക്ക് ദേഹത്യാഗം ചെയ്യാം. ഇപ്പോ നമ്മുടെ വൃന്ദാവനത്തിലോ മറ്റോ ഒരു പ്രഭുജി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, ഭഗവാന്റെ കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോ അദ്ദേഹം മരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ടാണ് മരിക്കുന്നത്. ഭഗവാൻ എന്തോ പ്രസാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ട്. അപ്പൊ നമ്മൾ എങ്ങനെ മരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അല്ല നമ്മൾ വെറി ചെയ്യേണ്ടത്. എപ്പോ നമ്മൾ ഭഗവാനിലേക്ക് പോകും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ കോൺഷ്യസ് ആയിരിക്കേണ്ടത്. മനസ്സിലായില്ലേ? എങ്ങനെ മരിച്ചാലും അത് ഭഗവാന്റെ നിയോഗമാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, മരണത്തെ കുറിച്ച് ആലോചിച്ചിട്ട് ആവലാതിപ്പെടരുത്. നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുക. നമ്മൾ വരാനൊരു സമയമുണ്ടെങ്കിൽ പോകാനൊരു സമയവും നിശ്ചിതമായിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഒരു തികവുറ്റ യോഗിക്ക് ഭൗതിക ദേഹം ഉപേക്ഷിക്കാനുള്ള സമയവും പരിതസ്ഥിതിയും സ്വയം തിരഞ്ഞെടുക്കാൻ കഴിയും. അതിന്റെ അർത്ഥം ആത്മഹത്യ ചെയ്യുക എന്നുള്ളതല്ല. ഒരു നല്ലൊരു യോഗിയാണ് നമ്മളെങ്കിൽ നമ്മൾക്ക് അറിയാം നമ്മൾ ഇത്ര കാലങ്ങൾക്ക് ശേഷം ഉണ്ടാവില്ല, ഭഗവാൻ എന്നെ ഇത്ര കാലങ്ങൾക്കുള്ളിൽ കൊണ്ടുപോകും എന്നുള്ളത് ഒരു തികഞ്ഞ യോഗിക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെല്ലാം കാലങ്ങൾക്ക് മുൻപേ നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരാഴ്ച മുമ്പേ ഒക്കെ അവർ ചിലപ്പോൾ ഇങ്ങനെ സൈലന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ പോവാണ് ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെയുള്ള യോഗികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഇപ്പോ അങ്ങനെയുള്ള യോഗികളൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. മനസ്സിലായോ? ഒരിക്കലും അങ്ങനെയുള്ള യോഗികളൊന്നും തന്നെ ഇല്ല. അവരൊക്കെ നമ്മളിൽ നിന്ന് എല്ലാം പോയി. ഇപ്പോ സത്യം പറഞ്ഞാല് യോഗികൾ എന്ന് പറയാൻ തന്നെ ഈ ഭൂമിയിൽ ആരുമില്ല. എല്ലാം ഒരു ബിസിനസ് മെന്റാലിറ്റിയിലേക്ക് പോയി, അല്ലെ? ശരിയല്ലേ? അപ്പോ യഥാർത്ഥ യോഗികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംസാരം വളരെ കുറവായിരിക്കും. അവർ അമിതമായി സംസാരിക്കില്ല. പക്ഷെ 1000-1 വാക്ക് അവർ പറഞ്ഞാൽ ആ വാക്ക് നമുക്ക് 1000 ജന്മങ്ങൾ ചിന്തിക്കാനുള്ള വാക്കായിരിക്കും. അത്രയും ഡെഡിക്കേറ്റഡ് ലൈഫായിരിക്കും. അവർക്ക് ആരെക്കുറിച്ചും പരാതി ഉണ്ടാവില്ല. അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവരത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് എന്തും വന്നോട്ടെ എന്ന മനോഭാവത്തിൽ അവർ ജീവിച്ചു പോകും. മനസ്സിലായോ? അപ്പോ ബലദേവ വിദ്യാഭൂഷൺ എന്ന് പറയുന്ന ഒരു ആചാര്യനുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് കാലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ആയുസ്സിനെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? സമയദേവത നമ്മൾ പറയുന്ന ആ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ആയുസ്സിനെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു യാത്ര. ആ യാത്രയുടെ ഒരു എന്താ പറയാ തുടക്കമാണ് നമ്മളെല്ലാവരും. യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഭഗവാനിലേക്ക് പോകും. ആ ദിവസത്തിനായിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആണ് നമ്മൾ. ശരിയല്ലേ? അപ്പോൾ നമുക്കിനി 24ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. അഗ്നിർജ്യോതിരഹ ശുക്ല ഷൺമാസ ഉത്താരയണം തത്ര പ്രയാതാഗച്ഛതി ബ്രഹ്മവിദോ ജനാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഗ്നിയുടെയോ ജ്യോതിസിന്റെയോ സാന്നിധ്യത്തിലോ പകലുള്ള ശുഭമുഹൂർത്തത്തിലോ ശുക്ലപക്ഷത്തിലോ ഉത്തരായന കാലത്തോ ഇഹലോകം വിടുന്ന ബ്രഹ്മജ്ഞാനി ഭഗവാനെ പ്രാപിക്കുന്ന പറയുന്നത്. അതായത് അഗ്നിയുടെയോ ജ്യോതിസിന്റെയോ സാന്നിധ്യത്തിൽ, ഒന്നുകിൽ തീ അല്ലെങ്കിൽ നല്ല സൂര്യപ്രകാശം അങ്ങനെയൊക്കെയുള്ള സാന്നിധ്യത്തില്, അല്ലെങ്കിൽ പകല് സമയങ്ങളിൽ നമുക്ക് കുറേ ശുഭമുഹൂർത്തം ഉണ്ട്, അല്ലെ? അങ്ങനെയുള്ള ശുഭമുഹൂർത്തത്തിലോ ഇനി ശുക്ലപക്ഷത്തിലോ അല്ലെങ്കിൽ ഉത്തരായന കാലത്തിലോ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനികൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്നാണ് നമുക്കിവിടെ 8ാമത്തെ അധ്യായത്തിൽ പരമപദ പ്രാപ്തിയിൽ പറയുന്നത്. ഓക്കെ, അഗ്നി, ജ്യോതിസ്, പകല്, ശുക്ലപക്ഷം, ഇത് ഓർത്ത് വെക്കണം. അഗ്നി, ജ്യോതിസ്, പകല്, ശുക്ലപക്ഷം, ഇതൊക്കെ പറയുമ്പോ അവയിലെല്ലാം ജീവാത്മാവിന് യാത്രാവിധാനത്തിലുള്ള ഒരു വിവിധ തരത്തിലുള്ള ദേവതമാരുണ്ടാവും. അതായത് ഈ 4 ടൈമിൽ ഒരാൾ ഈ ലോകത്ത് നിന്ന് പോവുകയാണെങ്കിൽ
അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അടുത്ത ഒരു ലോകത്തിൽ എത്തുന്നത് വരെ അവർക്ക് ഒരു ദേവത കൂട്ടായിരിക്കും. മനസ്സിലായില്ലോ? അതുകൊണ്ടാണ് അവരെ ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത്. അങ്ങനെ മരിച്ചു പോകുന്നവർക്ക് ഒരു ദേവതയുടെ അകമ്പടിയോടെ ആയിരിക്കും അവര് ഉപരിലോകത്തിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് അവര് തീർച്ചയായിട്ടും ഭഗവാന്റെ സമക്ഷം എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മരണസമയത്ത് മനസ്സ് ആത്മാവിനെ പുതിയൊരു ജീവിതത്തിലേക്ക് വഴികാട്ടാണ്. മരണം എന്ന് പറയുന്നത് ഒരു ലൈഫിന്റെ എൻഡ് അല്ല, മറ്റൊരു ലൈഫിന്റെ തുടക്കമാണ്. അപ്പൊ ആ മരിക്കുന്ന സമയത്ത് ആത്മാവ് മനസ്സിന് പുതിയൊരു ജീവിതത്തിലേക്കുള്ള വഴിയാണ് കാണിച്ചു കൊടുക്കുന്നത്. രാധേ രാധേ പ്രഭുജി, ധന്വൻ പ്രണാമം. അപ്പോൾ യാദൃശികമായിട്ടോ അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചതിനനുസരിച്ചോ മുമ്പ് പറഞ്ഞ പോലെയുള്ള സാഹചര്യങ്ങളിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവിന് നിർഗുണ ബ്രഹ്മ ജ്യോതിസിൽ എത്തിച്ചേരാൻ പറ്റും. മനസ്സിലായില്ലേ? നമ്മൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളിലെ അഗ്നി, ജ്യോതിസ്, പകല്, ശുക്ലപക്ഷം, ഈ 4 സമയങ്ങളിൽ മരിക്കുന്ന വ്യക്തികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർഗുണ ജ്യോതിസിലേക്കാണ് അവർ എത്തിപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ആരുടെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ മരിച്ച ടൈം ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെ മരിച്ചു എന്നുള്ള എടുത്ത് നോക്കിയിട്ട് അറിയാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും അവരെങ്ങനെയാണ് പോയിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, യോഗചര്യയിൽ ഇപ്പൊ യോഗ ചെയ്യുന്ന സമയത്ത് ആ യോഗയിൽ ഒരുപാട് പുരോഗമിച്ച ആചാര്യന്മാരുണ്ട് അല്ലെ. അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എവിടെ വെച്ച് മരിക്കണം, എങ്ങനെ മരിക്കണം എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നു യഥാർത്ഥ യോഗ ചെയ്യുന്ന ആളുകൾക്ക്. നമ്മൾ കുറെ അഷ്ടാംഗ ഇതൊക്കെ പഠിച്ചു, യോഗയെ കുറിച്ച് വിവിധ തലങ്ങൾ പഠിച്ചു. അവർ വെറുതെ ഒരു എക്സസൈസ് അല്ല യോഗ എന്ന് പറയുന്നത്, അതൊരു വലിയൊരു ഉയർന്ന നോളേജാണ്. അതിലുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ മരിക്കണം, എങ്ങനെ മരിക്കണം എന്നുള്ളത് അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത്രയ്ക്കും നല്ല ബ്രഹ്മജ്ഞാനം നേടിയവരാണ് ഒരു യഥാർത്ഥ യോഗ പ്രാക്ടീസ് ചെയ്ത ആൾക്കാർ. അവരുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാദൃശ്ചികമായിട്ടുള്ള ഒരു ശുഭമുഹൂർത്തത്തിൽ സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും അവർക്ക് ജനിക്കേണ്ടി വരില്ല. അവർ ഈ ലോകത്തുനിന്ന് മോക്ഷം കിട്ടിയിട്ട് പോകും. ഓക്കെ, പിന്നെ അങ്ങനെ അല്ലാത്ത രീതിയിലാണെങ്കിൽ തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞാലോ അവർ ചെയ്തിരിക്കുന്നതായിരിക്കുന്ന എല്ലാ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലും അവർക്ക് കുറച്ചും കൂടെ ഉയർന്ന ജന്മം, ഇപ്പൊ ബ്രാഹ്മണ ജന്മം, അങ്ങനെയൊക്കെയുള്ള ഭഗവാനെ കുറച്ചും കൂടെ അടുത്തറിയാനും ഭഗവാന്റെ സേവ ചെയ്യാനും പറ്റിയിട്ടുള്ള ഉയർന്ന ജന്മമായിരിക്കും അവർക്ക് കിട്ടുന്നത്. ഏതായാലും ശരി, കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് മരണം ശുഭമുഹൂർത്തത്തിലാവണം അല്ലെ. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ചാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രീച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മരണം, നമ്മളുടെ എൻഡ് എന്ന് പറയുന്നത് അത് ശുഭമുഹൂർത്തത്തിലായിരിക്കണം. നമ്മളൊന്നും ഒരിക്കലും വേറെ ഉപരിലോകങ്ങളിൽ പോയിട്ട് ഇങ്ങനെ പ്രജേതസുകളെ പോലെ ബ്രഹ്മജ്യോതിയിലും അവിടെയും ഇവിടെയും പോയി കിടന്ന് കുറെ കാലം കഴിഞ്ഞ് വീണ്ടും ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ വന്നിട്ട് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ട. കിട്ടുന്ന സമയം നമ്മൾ സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ഈ പ്രസന്റ് ലൈഫിലാണ് ജീവിക്കേണ്ടത്. നാളത്തെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് കോൺഷ്യസ് ആയിട്ട് നാളെ നമ്മൾ ഉണ്ടോന്ന് എന്താണ് ഉറപ്പ്. ചിരിക്കാൻ കിട്ടുന്ന സമയം ചിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കേണ്ട സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം? വിളക്ക് വെച്ച സമയം അതിൽ നിന്ന് തീ പിടിച്ച് മരിച്ചു പാവം അമ്മയായിരുന്നു, ആ മരണം നല്ലതെന്നാണോ? അത് തീർച്ചയായിട്ടും അഗ്നിയുടെ സാമീപ്യത്തിലല്ലേ, നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കണം. അവർ അഗ്നിയുടെ സാമീപ്യത്തിലല്ലേ മരിച്ചിരിക്കുന്നത്. ജ്യോതിസ്, അഗ്നി, അതുപോലെ ശുക്ലപക്ഷം, പകൽ. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ നമ്മൾ കൃഷ്ണാവബോധമാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല മരണം ലഭിക്കണം. ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ തിരിച്ചു പോകണം. ഈ ഒരു ചെറിയ സ്മോൾ ലൈഫിൽ നമ്മൾ ജീവിക്കുന്ന സമയം മറ്റുള്ളവർക്ക് അത്രയും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് കൊടുക്കുക. എപ്പോഴും അവർ നമ്മളെ ഓർക്കണം, നമ്മളെ മിസ് ചെയ്യണം അവരല്ലേ. അയ്യോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാനുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യണം. ഈഗോ, ഭയങ്കര ദേഷ്യം, അസൂയ, ഇതൊന്നും നമുക്ക് വേണ്ട. ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, അത് നമ്മളുടെ കാര്യമേ അല്ല. നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു. കാരണം എന്താ? നമ്മുടെ എയിം എന്ന് പറയുന്നത് കൃഷ്ണയാണ് അല്ലെ. ശ്രീമതി രാധാറാണിയും കൃഷ്ണയും നമ്മുടെ ഗുരുപരമ്പരയും മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള എല്ലാ റിലേഷൻസും ടെമ്പററി ആണ്, ഒന്നും പെർമനന്റ് അല്ല. എല്ലാം ടെമ്പററി റിലേഷൻഷിപ്പാണ്. ഒരു മകൻ, ഒരു കുട്ടി മരിച്ചെന്ന് കരുതി കൂടെ അമ്മ മരിക്കില്ല അല്ലെ. ഒരു ഭർത്താവ് മരിച്ചെന്ന് കരുതിയിട്ട് ഒരു ഭാര്യ മരിക്കില്ല. അവർ അടുത്ത ലൈഫ് ചൂസ് ചെയ്യും. ആലോചിച്ചു. അപ്പൊ അതൊന്നും ഒരു പെർമനന്റ് റിലേഷൻഷിപ്പേ അല്ല, എല്ലാം ടെമ്പററി ആണ്. ജീവിച്ചിരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എന്നിങ്ങനെ പറയും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരു 3 years, അതിൻ്റെ അപ്പുറത്തേക്ക് അവർ മറക്കും. അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് പോലും വരാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ എപ്പോഴും കൃഷ്ണ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ എപ്പോഴാണോ നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നത്, എപ്പോഴാണോ നമ്മൾ ഭഗവാനെ എന്ന് വിളിക്കുന്നത്, ആ ഒരു വിളിക്കായിട്ട് ഭഗവാൻ കാതോർത്തിരിക്കുകയാണ്. എത്ര കോടി ജന്മങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഓരോ ജന്മങ്ങളിൽ നമ്മൾ അദ്ദേഹത്തെ മറന്ന് പോവാണ്. പക്ഷെ നമ്മൾ ഓർക്കുന്ന ഒരു ദിവസത്തിനായിട്ട് അദ്ദേഹം കാതോർത്തിരിക്കുകയാണ്. അത്രയും സിൻസിയർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും നമുക്ക് കിട്ടാനില്ല. അപ്പം കൃഷ്ണ അത് മാത്രമാണ് നമ്മുടെ എയിം. ഓക്കെ, ബാക്കി ഈ ലൈഫിലുള്ള എല്ലാ കണക്ഷൻസിനും ഒരു ലിമിറ്റ് വെക്കുക.
ആ കണക്ഷൻസ് എല്ലാം അവിടെ ഇരുന്നോട്ടെ. അത് നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടുള്ള കുറച്ച് റിലേഷൻസ്, അത്രയേ ഉള്ളൂ. അതേക്കുറിച്ച് ഓവർ കോൺഷ്യസ് ആവണ്ട. അതേക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അതിൽ കൂടുതൽ വിഷമിക്കണ്ട. ഇപ്പൊ ഭർത്താവ് പറഞ്ഞു, ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞു, കുട്ടി ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അമ്മ അങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, അതേക്കുറിച്ചൊന്നും ഓവറായിട്ട് വറി ചെയ്യണം. കാരണം എൻ്റെ അച്ഛൻ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എപ്പോഴും അമ്മയായിട്ട് കുഞ്ഞു ഫൈറ്റ് നടക്കും. കാരണം അമ്മ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഇട്ടുകൊണ്ടേയിരിക്കും എനിക്ക്. കാരണം കുറേയൊക്കെ കെയറിങ് കൊണ്ടാണ്. അപ്പോൾ ഒരുപാടാവുമ്പോൾ നമ്മൾക്കൊരു വിഷമം വരും ഇല്ലേ. അപ്പോൾ വേഗം എൻ്റെ കംപ്ലൈൻറ്റ് അച്ഛൻ്റെ അടുത്തേക്ക് പോവാം. അപ്പം അച്ഛൻ പറയുന്നൊരു വാക്കുണ്ട്, അതൊക്കെ വിട്ടുകള മോളെ, നമ്മുടെയും കൃഷ്ണ അല്ലേ, അതൊക്കെ വിട്ടുകള, അതേക്കുറിച്ചൊന്നും ചിന്തിക്കാതെ. അമ്മ അങ്ങനെയൊക്കെ പലതും പറയും, ഒരുപാട് തിങ്കിങ് ഉള്ളത് കൊണ്ടാണ്. അമ്മ അതൊന്നും ചിന്തിക്കാതെ നേരെ ഭഗവാനെ കുറിച്ച് ചിന്തിക്കും. സോ ആ വേർഡിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് നമ്മളെ നമ്മളാക്കുന്ന ഒരു ഡെപ്താണ്. മനസ്സിലായില്ലേ? ഇന്ന് ഈ ലോകത്ത് ആർക്കും പറഞ്ഞു കൊടുക്കാനില്ലാത്തതും ആ ഒരു കാര്യമാണ്. എല്ലാവരും എന്താ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ പറഞ്ഞു എങ്കിൽ അവിടെ പോയി തല്ലുകൂട്, വഴക്കുകൂട്, ഇതാണ് എല്ലാവരും പറയാം. അപ്പം ഗ്രേറ്റ്. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ കുറിച്ച് സ്മരിക്കുക, ഭഗവാനിൽ സമർപ്പണം ചെയ്ത് ജീവിക്കുക. വാ കൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമില്ല, അത് നമ്മുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യണം. സർവം കൃഷ്ണാർപ്പണമസ്തു, എല്ലാം കൃഷ്ണന് സമർപ്പിക്കുന്നു. അങ്ങനെ ഉണ്ടാവുക നമ്മുടെ ലൈഫിൽ എന്തുണ്ടാവില്ല? ദുഃഖം ഉണ്ടാവില്ല, സന്തോഷം മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, അപ്പൊ ഇനി 25ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. ധുമാരാത്രിസ്തഥാ കൃഷ്ണ ഷൺമാസ ദക്ഷിണായനം തത്ര ചാന്ദ്രമാസം ജ്യോതിർയോഗി പ്രാഭിനിവർത്തതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ധൂമ സാന്നിധ്യം, രാത്രി, കൃഷ്ണപക്ഷം, ദക്ഷിണായനം എന്നീ സമയങ്ങളിൽ മരിക്കുന്ന ഒരു വ്യക്തി എവിടേക്കാ പോവാ? 2 ചാൻസ് തരാം. ധൂമ സാന്നിധ്യം, പിന്നെ നൈറ്റ്, രാത്രിയില്, കൃഷ്ണപക്ഷം. നേരത്തെ നമ്മൾ പഠിച്ചത് ശുക്ലപക്ഷമാണ്, ഇപ്പൊ പഠിക്കുന്നത് കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷം, ദക്ഷിണായനം, ഈ 4 സമയങ്ങളിൽ മരിക്കുന്ന ഒരു യോഗി എവിടേക്കാ പോവാ? ഏത് ലോകത്തിലേക്കാ പോവാ? പറയൂ, ഒരൊറ്റ ചാൻസ്. ഏത് ലോകത്തിലേക്ക് പോകും? നൈറ്റ് ആണ് ഒരാൾ മരിച്ചതെങ്കിൽ അവരെവിടേക്കാ പോവാ? ബാക്കിയൊക്കെ വിടും, ശുക്ലപക്ഷം വിടൂ, ധൂമസാന്നിധ്യം വിടൂ, ദക്ഷിണായനം വിടൂ, എല്ലാം വിടൂ. നൈറ്റ് ആണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ഏത് ലോകത്തിലേക്കാ പോവാ? അവരേത് ലോകത്തിലേക്ക് പോകും? ആ മരിക്കുന്ന പേഴ്സൺ, ആ വ്യക്തി ഏത് ലോകത്തിൽ പോകും? ആരാ പറയുന്നത്? ചന്ദ്രലോകം. സൂപ്പർ. ഭഗവത്ഗീത കയ്യിൽ വെച്ചിരിക്കുന്നുണ്ട് അല്ലേ? ശരി, ഓക്കെ. എന്തായാലും ശരിയാണ്, ചന്ദ്രലോകത്തിലേക്കാണ് പോകുന്നത്. മനസ്സിലായില്ലേ? രാത്രിയിലൊക്കെ മരിച്ചാല് ചന്ദ്രലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹം എന്നിട്ട് ചന്ദ്രലോകത്തിൽ പോയിട്ട് വീണ്ടും ഭൂമിയിൽ ജനിക്കും. മനസ്സിലായോ? ചന്ദ്രലോകത്തിൽ പോയിട്ട് വീണ്ടും ഭൂമിയിലേക്ക് തന്നെ വരും. അപ്പോ ഭാഗവതത്തില്, ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, പ്രത്യക്ഷ ഏവ കൃഷ്ണ എന്നാ പറയുന്നത് ശ്രീമദ് ഭാഗവതം അല്ലെ. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, 3-ാം അധ്യായത്തില് കപില മുനി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഭൂമിയിൽ വെച്ചിട്ട് ഫലോദീഷ്ട കർമ്മങ്ങളും യജ്ഞക്രിയകളും അനുഷ്ഠിക്കുന്നവർ, ഭൂമിയിൽ വെച്ചിട്ട് ഫലോദീഷ്ട കർമ്മങ്ങൾ, അതായത് നമ്മൾ ഒരു പൂജ ചെയ്യുമ്പോൾ, നമസ്കാരം മോനപ്പൻ മുതലാളി, നമ്മൾ ഒരു പൂജ ചെയ്യുമ്പം അതിന് റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളത്, ആ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ അത് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയുള്ള കർമ്മങ്ങളും യജ്ഞക്രിയകളും ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ മരിച്ചിട്ട് എവിടെ എത്തും? ഇല്ല, എല്ലാം ഭഗവാന്റെ തീരുമാനം അമ്മ. അപ്പൊ അങ്ങനെയുള്ളവര് മരിച്ചു കഴിഞ്ഞാൽ ചന്ദ്രലോകത്തിലേക്കാണ് എത്തുന്നത് അല്ലെ. ഈ മഹാത്മാക്കളൊക്കെ ദേവഗണിത പ്രകാരം ഏതാണ്ട് 10,000 വർഷം ചന്ദ്രലോകത്തിൽ ജീവിക്കും. മനസ്സിലായോ? മഹാത്മാക്കളായിട്ടുള്ള ആളുകളെല്ലാം ദേവഗണിത പ്രകാരം 10,000 വർഷം ചന്ദ്രലോകത്തിൽ ജീവിക്കുന്ന പറയുന്നത്. മനസ്സിലായോ? അവര് സോമരസം ആസ്വദിച്ച് ജീവിക്കും. ഓക്കെ, ചന്ദ്രനിൽ ജീവിക്കുകയും അതുപോലെ തന്നെ സോമരസം ആസ്വദിച്ച് ആനന്ദിച്ചുകൊണ്ട് ജീവിക്കുന്ന പറയുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കും, എന്താ മാതാജി അവിടെ ചന്ദ്രലോകത്ത് ബാറാണോ ഉള്ളത് എന്ന് ചോദിക്കും. ടാസ്മാക് ആണോ ഉള്ളത്? അങ്ങനെയല്ല. ഇവിടത്തെ സോമരസം അല്ല അവിടുത്തെ സോമരസം. ലൈക്ക് ഇപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ ഒരു ബിയർ അല്ലെങ്കിൽ ഒരു ബ്രാൻഡി, അങ്ങനെയുള്ള കുറച്ച് കാറ്റഗറി ഐറ്റംസ്, അതെന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു ലഹരി എന്ന് പറയുന്നത് ഒരു വേറെ തരത്തിൽ, അതൊരു അബോധ അവസ്ഥയിൽ, ഒരു അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും അല്ലെ. ചിന്തിക്കാനുള്ള ഒരു ബോധമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമുക്ക് അതിലേക്ക് അഡിക്ഷൻ ആയി പോകും. നമ്മുടെ ശരീരം ചീത്തയാവും, നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് വരും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കായിരിക്കും നമ്മളെ ഈ ഒരു ഡ്രിങ്കിങ് ഹാബിറ്റ് കൊണ്ടുപോകുന്നത്. ഇതേ സമയം നമ്മൾ കുറച്ച് മധുരമുള്ള തേന് അല്ലെങ്കിൽ കുറച്ച് പഞ്ചാമൃതം ഇതൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു മത്ത് പിടിക്കുന്ന അവസ്ഥയിലേക്ക് പോകും അല്ലെ. അപ്പൊ ഈ രണ്ട് ഫീലിങ്സ് ആണ് നമുക്ക്. കറക്റ്റ് അല്ലേ? അപ്പൊ ഈ ഭൂമിയിൽ കിട്ടുന്ന
മധുവിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ചന്ദ്രലോകത്തിലുള്ള സോമരസം എന്ന് പറയുന്നത് എൻറ്റേർലി ഡിഫറെന്റ് ആണ്. അവിടെ ബാറൊന്നുമില്ല. ഇനി അതൊന്നും ചോദിക്കരുത് കേട്ടോ. അങ്ങനെയും ചോദിക്കും എൻ്റെ മഞ്ജുരീസ് ഫാമിലി, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ അവിടെയുള്ള സോമരസം കുടിച്ച് ആനന്ദിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വൃക്ഷലതാദികളിൽ നിന്നുള്ള അമൃത തുല്യമായിരിക്കുന്ന മധു സേവിച്ചിട്ട്, തേൻ സേവിച്ചിട്ട് അത്രയും ആനന്ദത്തോടു കൂടി ഭഗവാന്റെ ലോകത്ത് അവര് ഐശ്വര്യപൂർണമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കും എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ. പിന്നെ ചന്ദ്രനിൽ കൂടുതൽ ഉത്കൃഷ്ടമായിരിക്കുന്ന ജീവാത്മാക്കളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒത്തിരി മഹാത്മാക്കളാണ് ചന്ദ്രലോകത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അവിടെ നല്ല ഹൈറ്റ്സിലുള്ള മഹാത്മാക്കളെല്ലാം തന്നെ എവിടെയുണ്ട്? ചന്ദ്രലോകത്തിലുണ്ട്. സ്ഥൂലേന്ദ്രിയങ്ങളാൽ അവരെ കാണാൻ കഴിയില്ല. നമുക്ക് സൂക്ഷ്മ ശരീരവും ഉണ്ട്, സ്ഥൂല ശരീരവും ഉണ്ട് അല്ലെ. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആത്മാവ്. സ്ഥൂലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരം, തൊട്ടാൽ നമുക്ക് ഫീലിങ്സ് അറിയുന്ന ഒരു ബോഡി, അതാണ് സ്ഥൂല ശരീരം. അപ്പോൾ സൂക്ഷ്മ നമുക്ക് ഈ സ്ഥൂല ഇന്ദ്രിയങ്ങളാൽ നമുക്ക് നമ്മുടെ ഈ ശരീരം കൊണ്ട്, നമ്മുടെ കണ്ണുകൊണ്ടൊന്നും അവരെ കാണാൻ പറ്റില്ല. കാരണം എന്താ? അവർ ഉയർന്ന മഹാത്മാക്കളാണ്. അതുകൊണ്ട് ചന്ദ്രലോകത്തിലിരിക്കുന്ന മഹാത്മാക്കളെ ഒരിക്കലും നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. പിന്നെ ഇനി 26ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ശുക്ലകൃഷ്ണേ ഗതി ദേഹേത്യേ ജഗതശാശ്വതേ മതേ ഏകയാ യാത്യാ നാവൃത്തിമന്യയാ തർവേ പുനഃ എന്ന് പറയുന്നു. എന്താണത്? ഭൂമിയിൽ നിന്ന് പോകാൻ 2 മാർഗങ്ങളാണുള്ളതെന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു. ഭൂമിയിൽ നിന്ന് പോകാൻ 2 മാർഗങ്ങളാണുള്ളതെന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. ഒന്ന് പ്രകാശത്തിലും മറ്റൊന്ന് അന്ധകാരത്തിലൂടെയും. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ വേറെ ഒരു ലോകത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രകാശത്തിലൂടെയും പോകാം, അന്ധകാരത്തിൽ ഇരുട്ടിലൂടെയും നമുക്ക് പോകാൻ സാധിക്കും. വെളിച്ചത്തിലൂടെ പോയ ആളുകൾ, അതായത് പകൽ സമയങ്ങളിൽ മരിച്ചവർ ഒരിക്കലും തിരിച്ചു വരുന്നില്ല. പക്ഷെ ഇരുട്ടിലൂടെ പോകുന്ന ആളുകൾ, ഇരുട്ടുള്ള സമയത്ത്, ഇപ്പം സന്ധ്യ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ മരിക്കുന്നവർ ആരായാലും ശരി, അവർക്ക് ഈ ലോകത്തേക്ക് തിരിച്ചു വരണം. മനസ്സിലായോ? കിച്ചൂട്ടൻ ഇവിടെ ഇല്ല, കിച്ചൂട്ടൻ ചെന്നൈയിലാണ്, ഞാൻ ഇവിടെ ഇല്ല, ചെന്നൈയിലില്ല. അപ്പോ ഈ ഭൂമിയിലൂടെ പോകുന്നവരെന്ന് പറയുന്നത് എന്താണ്? അവർ ഉറപ്പായിട്ടും എന്താ സംഭവിക്കുക? അവർക്ക് എങ്ങനെ നോക്കിയാലും അവര് ഈ ഭൂമിയിൽ നിന്ന് പോയിട്ട് അവർ തിരിച്ചു വരണം. മനസ്സിലായില്ലേ? ഇരുട്ടിലൂടെയാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവര് തിരിച്ചു വരണം. പക്ഷേ വെളിച്ചത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ അവർ തിരിച്ചു വരേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി മരണം, പുനർജന്മം ഇവയെ പറ്റി വിവരണമാണ് പണ്ഡിതനായിരിക്കുന്ന ആര് പറയുന്നത്? ബലദേവ വിദ്യാഭൂഷൺ പറയുന്നത്. ചന്ദ്രോഗ്യോപനിഷത്തിൽ നിന്നാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. അപ്പോ ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നവര് ആരാണോ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിട്ട് കർമ്മം ചെയ്യുന്നത്, തത്വജ്ഞാനപരമായിരിക്കുന്ന ഊഹാപോഹങ്ങൾ നടത്തുന്നവർ ആരാണോ, അനാദികാലം മുതൽ, അതായത് ആദ്യമുള്ള കാലം മുതൽ തന്നെ ഭൂമിയിൽ അവർ വന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ഫലം പ്രതീക്ഷിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ചു വരാതിരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? കൃഷ്ണന് സ്വയം സമർപ്പിതരായതിനാൽ, കൃഷ്ണനെ സ്വയം സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു ആത്യന്തികമായിരിക്കുന്ന ഒരു മുക്തി കിട്ടാതിരിക്കില്ല. ഉറപ്പായിട്ടും ആത്യന്തികമായിരിക്കുന്ന ഒരു മുക്തി കൃഷ്ണനെ സമർപ്പിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ലഭിക്കും. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? അപ്പോ ഇനി 27ാമത്തെ ശ്ലോകമാണ്. 27ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് നൈത്യേ ശ്രുതി ജാനനോഹി മുഹത്തി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗമുക്തോ ഭവാർജുന എന്ന് പറയുന്നുണ്ട്. അതിലെന്താ പറയുന്നത്? ഈ 2 വഴികളെ കുറിച്ചും അറിഞ്ഞിട്ടും ഭക്തർ സംഭ്രമിക്കുന്നില്ല അല്ലെ. ഭക്തരായിട്ടുള്ള ആളുകൾ ഒരിക്കലും അന്ധകാരത്തിൽ മരിക്കേണ്ടി വരുമോ, പ്രകാശത്തിൽ മരിക്കേണ്ടി വരുമോ എന്ന കാര്യത്തെ കുറിച്ചിട്ട് ഒട്ടും എക്സൈറ്റഡ് അല്ല. അതാരാണ് എക്സൈറ്റഡ് അല്ലാത്തത്? ഭക്തരാണ്. ഭക്തി ഇല്ലാത്തവരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ്. അയ്യോ, ഞാൻ എങ്ങനെ മരിച്ചു പോകും, ഞാൻ എങ്ങനെ മരിച്ചു, എനിക്ക് വല്ലതും പറ്റൂ, അല്ലെ ഞാൻ ഇനിയും ഭൂമിയിൽ വരണോ, ഇങ്ങനെയുള്ള ചിന്തകൾ അലട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അവരുടെ മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് മരിച്ചു പോകുന്നത് അതേക്കുറിച്ചൊന്നും അവര് ഒട്ടും ചിന്തിക്കില്ല. അപ്പൊ അതുകൊണ്ട് അർജുന എല്ലായ്പ്പോഴും ഭക്തിയിൽ ഉറച്ചു നിൽക്കണം എന്ന് ഭഗവാൻ പറയുന്നു. നമ്മൾ എപ്പോഴും ഭക്തിയിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്. ഭക്തിക്ക് വെളിയിൽ നമ്മൾ ഒരു കളി കളിക്കാൻ പാടില്ല. ഭൗതിക ലോകം വിട്ടുപോകുന്ന ആത്മാവിന്റെ, ഈ ലോകത്തുള്ള ആത്മാവ് ഈ ലോകം വിട്ടു പോകുമ്പോൾ ആ ആത്മാവ് പോകുന്ന വഴി അത് പകലാണോ, രാത്രിയാണോ, കൃഷ്ണപക്ഷമാണോ, ശുക്ലപക്ഷമാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് മരിക്കുന്നത്, ഇതേ കുറിച്ചുകൊണ്ട് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല എന്ന് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നുണ്ട്. മനസ്സിലായോ? യാദൃശികമായിട്ടാണോ, മുൻപേ നിശ്ചയിച്ച പ്രകാരത്തിലാണോ ഇവിടെ പോകേണ്ടത് എന്ന് ഒരിക്കലും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് വ്യാകുലതപ്പെടുന്നില്ല.
ഒരിക്കലും അതേക്കുറിച്ച് ടെൻഷൻ ആവുന്നില്ല. അയാൾ കൃഷ്ണാവബോധത്തിൽ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. ഹരേ കൃഷ്ണ നാമോച്ചാരണം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. ഈ രണ്ട് വഴികളെ കുറിച്ചും ഒരുപാട് ഉത്കണ്ഠപ്പെടുന്നത് എപ്പോഴാണ്? ഭഗവാനിലുള്ള ഭക്തി ഇല്ലാതാവണം. അയ്യോ ഞാൻ മരിച്ചു പോകും, എനിക്ക് എന്തെങ്കിലും പറ്റുമോ, ഞാൻ ഇല്ലാതെയാവൂ, ഈ ചിന്ത നമ്മളെ അലട്ടുന്നത് എപ്പോഴും ഭക്തിയിൽ ഉറച്ചു നിൽക്കാതെ വരുമ്പോഴാണ്. മനസ്സിലായോ? ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണാവബോധത്തിൽ മുഴുകാനുള്ള ഏറ്റവും നല്ല വഴി. ഭഗവത് സേവനം, ഭഗവാന് സേവനം ചെയ്യാം, ഭഗവാന്റെ കാര്യം. ഇപ്പൊ നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സേവനം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഈ ലൈവ് സെഷൻസ്, അത് നിറയെ പേരിലേക്ക് കൊടുക്കുക. കാരണം എന്താ? അത് എന്നെ പ്രൊമോട്ട് ചെയ്യാനോ മഞ്ജരീസിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ല. നമ്മൾ പറയുന്ന കണ്ടന്റ്, വിഷയം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതവും ഗീതയാണ്, അല്ലെ? ആ ഗീതയിലൂടെ ഒത്തിരി പേരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഗീത നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഈ ലെക്ചർ എത്തുന്നത്. അപ്പൊ അവരത് കേൾക്കുമ്പോൾ അവർക്ക് ഭഗവാനിലേക്ക് അടുക്കാനും ഗുരു പരമ്പരയിലേക്ക് അടുക്കാനും ഒരു വലിയ വഴിയാണ് തുറന്നു കിട്ടുന്നത്. അപ്പൊ അവരുടെ ജീവിതം മാറി മറിയുമ്പോൾ അവർ ഭഗവാനിലേക്ക് അടുക്കുകയാണ്. ഒരു ജീവാത്മാവ്, ഭഗവാനെ അറിയാതെ വിഷമിച്ചിരിക്കുന്ന ഒരു ജീവാത്മാവിന്റെ ഉള്ളിലേക്ക് ഭഗവത് സാന്നിധ്യം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രചരണത്തിന്റെ പരമമായിരിക്കുന്ന ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യം നിറവേറ്റപ്പെടുന്നത് എപ്പോഴാണ്? നിങ്ങൾ ഈ സെഷൻസ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ. അത് പ്രചരണത്തിന്റെ ഭാഗമാണ്. ഏറ്റവും വലിയ ഉയർന്ന ഭഗവത് സേവനമാണത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓരോ ക്ലാസ്സസും ഷെയർ ചെയ്യാൻ ഇന്ന് ഒരുപാട് വഴികളുണ്ട്, അല്ലെ? ഒത്തിരി സോഷ്യൽ മീഡിയ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊരു 500-1000 കൊടുത്താൽ അവർ ഇരുന്നങ്ങ് ഷെയർ ചെയ്തോളും. പക്ഷെ അത് എത്തുന്നതോ ആവശ്യക്കാരിലായിരിക്കില്ല. പക്ഷെ നമ്മൾ ഭക്തർ ഷെയർ ചെയ്യുമ്പം അത് എത്തുന്നത് അത്രയും മനസ്സ് വേദനിച്ച ഒരു വ്യക്തിയിൽ ഇന്ന ആൾ വഴി ഇന്ന ആളിലേക്ക് ഭഗവാൻ തന്നെ അത് ഷെയർ ചെയ്യിപ്പിക്കും. അപ്പോൾ ആ കിട്ടുന്ന വ്യക്തിയും സന്തോഷവാനായിരിക്കും, നമ്മൾ കൊടുക്കുന്ന നമ്മളും ഹാപ്പി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സേവനം എന്ന് പറയുന്നത്, ഭഗവത് സേവനം എന്ന് പറയുന്നത് എപ്പോഴും പ്രചരണമാണ്. അത് ശ്രദ്ധിക്കാൻ പഠിക്കുക. അപ്പൊ ഏറ്റവും ആധ്യാത്മിക എന്താ പറയാ ലോകത്തിലേക്കുള്ള മാർഗം, അല്ലെ? നമ്മൾ ഭഗവാനിലേക്ക് ഉയരാനുള്ള ഒരു മാർഗത്തെ ഏറ്റവും സുഖകരമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്യുന്നതിലൂടെ. യോഗയുക്ത എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന ആ യോഗയുക്ത എന്ന് പറയുന്ന വാക്കിന് തന്നെ ഒരുപാട് വലിയൊരു ആന്തരികമായിരിക്കുന്ന അർത്ഥമുണ്ട്. യോഗനിഷ്ഠനായവൻ തന്റെ സർവ്വ പ്രവർത്തനങ്ങളിലും കൃഷ്ണാവബോധം ഉൾക്കൊള്ളിക്കും. ഭഗവാൻ അത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് യോഗനിഷ്ഠയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും ഭഗവത് സ്മരണയുണ്ടാവും. അവർ ഭഗവാനെ മറന്നിട്ട് ഒന്നും ചെയ്യില്ല. അനാസക്ത്യസ്യ വിഷയാൻ യഥാർഹമുപ്യജ്ഞതഃ എന്നാ പറയുന്നത്. എന്ന് വെച്ചാല് രൂപഗോസ്വാമി പറയുന്നു, ഭക്തൻ ഭൗതിക വിഷയങ്ങളിൽ അനാസക്തനായി കൃഷ്ണാവബോധത്തോടെ സർവകർമ്മങ്ങളിലും ചെയ്യണം എന്നാ പറയുന്നത്. അതായത് ഭഗവാന്റെ ഭക്തര് ഭൗതിക വിഷയങ്ങളിൽ, ഈ ലോകത്ത് നമുക്ക് സമയം കളയാൻ ഒരുപാട് വഴികളുണ്ട്, അല്ലെ? ഒത്തിരി വഴികളുണ്ട്. വീട്ടിലിരിക്കുമ്പോഴേ നമ്മൾ പറയും ബോറടിക്കുന്നു എന്ന് പറയും. ഈ ബോറടി മാറ്റാൻ എന്തെല്ലാം വഴികളുണ്ട്. ഞാൻ കുറെ കിടന്നുറങ്ങി, ഞാൻ കുറെ TV കണ്ടു, കുറെ ഞാൻ മൊബൈൽ നോക്കി. ഇതൊക്കെയാണ് നമ്മൾ കണ്ടെത്തുന്ന വഴികൾ. അതേസമയം നമ്മുടെ ക്ലാസ് എടുക്കുക, ഷെയർ ചെയ്യുക, വീണ്ടും ആ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഭഗവത് നാമം ജപിക്കുക, ഭഗവാന്റെ പൂജാറൂം വൃത്തിയാക്കുക, വിളക്ക് കഴുകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ആരെങ്കിലും ഇഷ്ടമുള്ളവരെ ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് ഭഗവാനെ കുറിച്ച് ഞാൻ 2 വാക്ക് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ അവരുടെ വിശേഷം തിരക്കിയിട്ട് അവരെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരാനുള്ള 2-3 വേർഡ്സ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് എടുത്തിട്ട് പറയാ. നിങ്ങൾക്കറിയോ കാലനേമി ആരാണ്? കൃഷ്ണൻ വന്നിട്ട് കംസനെ കൊന്നു, വീണ്ടും കംസൻ വന്നോ? അല്ലെങ്കിൽ ആരാണ് ചാന്ദ് കാസി? ഇങ്ങനെയുള്ള അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പം അവരുടെ ഉള്ളിൽ കൃഷ്ണാവബോധത്തിന്റെ വിത്തുകൾ നമ്മൾ ഇടുകയാണ്, അല്ലെ? ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാനൊരു ലിങ്ക് അയച്ചുതരാം. ആ ലിങ്ക് കാണൂ, കേൾക്കൂ, ഭഗവാനെ കുറിച്ച് അറിയൂ. അതിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ ഗുരുപരമ്പരയുടെ ബുക്കാണ്, ശ്രീല പ്രഭുപാദരുടെ ബുക്കാണ്. ആ ഗീത ഞാനൊരെണ്ണം അയച്ചു തരാം. ഇങ്ങനെ ജപിക്കാൻ പഠിപ്പിക്കുക, വായിക്കാൻ പഠിപ്പിക്കുക, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ തുളസിപ്പൂ വെക്കൂ, ഭഗവാന്റെ ഏകാദശി അനുഷ്ഠിക്കൂ. ഇങ്ങനെ നമുക്ക് ഒരു വ്യക്തിയിലേക്ക് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് കൃഷ്ണാവബോധം നിറയ്ക്കാൻ സാധിക്കും. കാരണം എന്താ? യുഗങ്ങൾക്ക് മുൻപേ ഈ ജീവാത്മാവ് പരമാത്മാവായിരിക്കുന്ന ഭഗവാനുമായി കണക്റ്റഡ് ആണ്. ഏതോ ജീവിതയാത്രയിൽ അവര് സെപ്പറേറ്റ് ആയിരിക്കുകയാണ്. അത് കൂട്ടി യോജിപ്പിക്കാനുള്ള ഒരു നിമിത്തമായി നമ്മൾ മാറുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ലൈവ് സെഷനിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറയുന്നത്. ക്ലിയർ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണാവബോധത്തെ സർവകർമ്മങ്ങളും, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുമായിട്ട് കൃഷ്ണാവബോധത്തെ നമ്മൾ കണക്ട് ചെയ്യണം. യുക്തി വൈരാഗ്യം എന്ന ഈ പ്രക്രിയ ഒരാളെ പരിപൂർണതയിൽ എത്തിക്കുന്നു. നമ്മൾ ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളെ കംപ്ലീറ്റ് ആക്കുന്ന ഒരു ജോലിയാണത്. മനസ്സിലായോ?
നമ്മളെ കംപ്ലീറ്റ് ആക്കുന്ന, നമ്മൾ ഈ ഭൂമിയിൽ എന്തിനു വന്നു അത് ഫുൾഫിൽ ചെയ്യിക്കുന്ന ഒരു ജോലിയാണ് ഈ പ്രചരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വിവരണങ്ങൾ കൊണ്ടൊന്നും ഒരു ഭക്തൻ അസ്വസ്ഥനാകുന്നേയില്ല. ഒരു ഭക്തിയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, അവർ തളർന്നു പോവില്ല. കാരണം എന്താ, അവരുടെ ലോകം കൃഷ്ണാവബോധമാണ്. കൃഷ്ണനെ കുറിച്ച് എന്ത് പറയാം, എങ്ങനെ പറയാം, എവിടെ പറയാം, എത്ര പറയാം, ഇത് മാത്രമായിരിക്കും അവരുടെ ചിന്ത. അങ്ങനെ കൃഷ്ണാവബോധത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അസ്വസ്ഥതപ്പെടേണ്ട ആവശ്യമില്ല. അവരെ ഒരു അസ്വസ്ഥതയ്ക്കും നെഗറ്റീവിനും താഴെ ഇടാൻ സാധിക്കില്ല. നമ്മളൊരു കാര്യത്തിൽ അസ്വസ്ഥതപ്പെടുന്നുണ്ടെങ്കിൽ, ജീവിതം മടുത്തു ഇനി പ്രാർത്ഥിക്കണ്ട എന്ന് തോന്നുന്ന ഒരു അവസ്ഥ വരണമെങ്കിൽ ഉറപ്പായിട്ടും ചിന്തിച്ചോളൂ, നമ്മൾ ഭക്തിയുടെ മാർഗത്തിലല്ല സഞ്ചരിച്ചത്. അതേസമയം നമ്മൾ ഹാപ്പിയാണ്. നമ്മളെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് നമ്മളെ അലട്ടുന്നില്ല. ആ പ്രശ്നങ്ങൾ സോൾവ് ആവും. കാരണം എന്താ, ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് അല്ലെ. അതിന് ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട്. അപ്പൊ ഈ 2 വശങ്ങളും നമ്മൾ അനുഭവിക്കണം. അസ്തമയമുണ്ട് ഉദയമുണ്ട്, ശരിയല്ലേ? എരിവുമുണ്ട് പുളിയുണ്ട്, രാത്രിയുണ്ട് പകലുമുണ്ട്. അപ്പൊ എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ് ഉണ്ട്. അപ്പൊ ആ ഓപ്പോസിറ്റ് നമ്മുടെ ജീവിതത്തിലും റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ജീവിതത്തെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ ജീവിതത്തിൽ തോറ്റുപോകും, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ഭക്തിയുത സേവനം കൊണ്ട് തനിക്ക് ഭഗവത് ധാമത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഭക്തിയുത സേവനം ചെയ്യാൻ ആരും മറക്കാതിരിക്കുക. ഇന്ന് നമ്മുടെ കൈന്റെ വിരൽ തുമ്പത്തുണ്ട് ഭക്തിയുത സേവനം. യുഗങ്ങൾക്ക് മുൻപേ ഭഗവാനെ കുറിച്ച് പ്രചരണം ചെയ്യാൻ കിലോമീറ്ററുകളോളം നടന്ന ഒരു പരമ്പര നമുക്ക് ഉണ്ടായിരുന്നു. എത്രയോ ലോകങ്ങളിലേക്ക് ശാരീരിക അസ്വസ്ഥതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം മറികടന്ന് കുടുംബ ബന്ധങ്ങളെല്ലാം വിട്ടെറിഞ്ഞ് ഭഗവാനെ കുറിച്ച് പറയാൻ പാശ്ചാത്യ ദേശരാജ്യങ്ങളിലേക്ക് പോയ നമ്മുടെ ശ്രീല പ്രഭുപാദർജിയുടെ പാതയാണ് നമ്മൾ പിന്തുടരുന്നത്. അത്രയും കഷ്ടപ്പാടൊന്നും നമുക്ക് ഒരിക്കലും ഇല്ല അല്ലെ. ഞാനിവിടെ ഇരുന്ന് നിങ്ങൾക്ക് 1-2 മണിക്കൂർ ഇപ്പൊ നോക്കൂ, ഈ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി അവരെനിക്ക് ഈ സ്പേസ് ഒഴിച്ചിട്ട് തന്നിരിക്കുകയാണ്. ഇവിടെ താമസിച്ചവർ അവരുടേതായ സാധനങ്ങളെല്ലാം എടുത്ത് അവരുടെ അടുത്ത ഫ്ലാറ്റിലേക്ക് പോയി. അപ്പൊ അത്രയും സൗകര്യം ഓരോരുത്തരും നമുക്ക് ചെയ്തു തരണം. ഇതൊക്കെ എന്തുകൊണ്ടാണ്? കൃഷ്ണനോടുള്ള ഇഷ്ടം, കൃഷ്ണൻ ചെയ്തു തന്ന ഒരു സുരക്ഷിതത്വം. ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇന്നലെയൊക്കെ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾക്കറിയാം കുറച്ചും കൂടെ ഹൈറ്റ് കുറവായിരുന്നു, എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്തപ്പോൾ ഇന്നൊരു പുതിയ ടേബിൾ തന്നെ വാങ്ങിയിട്ട് തന്നു ക്ലാസ് എടുക്കാൻ. ഭഗവാനെ കുറിച്ച് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറയല്ലേ എന്ന്. അപ്പൊ അങ്ങനത്തെ സാഹചര്യം എന്നൊക്കെ പറയുന്നത് ഭഗവാൻ ഒരുക്കി തരുന്നതാണ്. ആലോചിക്കണം, ഭഗവാൻ ഒരുക്കി തരുന്ന ഒരു സൗകര്യമാണിത്. നമുക്ക് വേണ്ടി ഉള്ളി വെളുത്തുള്ളി ഒന്നും ഇല്ലാത്ത കുക്ക് ചെയ്യാനുള്ള ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആളുകളെ കൊണ്ടുവരുന്നു, ചെയ്തു തരുന്നു. നമ്മൾ വന്ന് നിൽക്കുന്ന ഒരു 2-3-4 ദിവസമാണെങ്കിലും അത്രയും സർവീസ് നമുക്ക് കിട്ടുമ്പോൾ അതിനേക്കാൾ സന്തോഷകരമായ ഒരു നിമിഷം ജീവിതത്തിൽ എന്താണുള്ളത്? കോടിക്കണക്കിന് രൂപ കൊടുത്താലും നമുക്കത് കിട്ടില്ല. അവരുടെ പൂജാ റൂം യൂസ് ചെയ്യാനുള്ള പെർമിഷൻ, അങ്ങനെ നമ്മൾക്കൊരു സ്വസ്ഥത നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുയോജ്യമായിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നല്ല നല്ല ഭഗവത് വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മൾക്കൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അത് സൗകര്യപ്രദമായ ഒരു താമസ സൗകര്യം ഒരുക്കി തരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് എത്ര കോടി കൊടുത്താലും കിട്ടാത്ത ഒരു അവസ്ഥയാണ് അല്ലെ. അപ്പം ജീവിതത്തിൽ ഈ വന്നു നിന്ന ഒരു 3-4 ദിവസം ഒരിക്കലും മറക്കില്ല. എപ്പോഴും ഈ ഫാമിലിയോട് ഭയങ്കര താങ്ക്ഫുൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഭഗവാൻ തരുന്ന കാരുണ്യം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയല്ല. മനസമാധാനത്തോടെ സുരക്ഷിതമായിട്ട് നമുക്കൊരു ദിവസം നിൽക്കാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാരുണ്യം. അത് ഇന്നല്ലെങ്കിൽ നാളെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഭഗവാൻ തരും. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. വേദേഷു യജ്ഞേഷു തപസ്സുച്ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠിതം അദ്വേതി തത് സർവമിതം വിദിത്വ യോഗീ പരം സ്ഥാനമുപേതി ചാത്യം എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ, ഭക്തിമാർഗം സ്വീകരിച്ചതുകൊണ്ട് വേദപഠനം, യജ്ഞാചരണം, ദാനം, കാമ്യകർമ്മങ്ങൾ എന്നിവയാൽ നേടാവുന്ന പുണ്യങ്ങളൊന്നും മനുഷ്യന് നഷ്ടപ്പെടുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നേടുന്ന പുണ്യങ്ങളൊന്നും തന്നെ മനുഷ്യന് നഷ്ടപ്പെടുന്നേ ഇല്ല എന്നാ പറയുന്നത്. അതായത് ഭക്തിമാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേദപഠനം, യജ്ഞാചരണം, ദാനം, കാമ്യകർമ്മങ്ങൾ, ഇതുകൊണ്ട് എത്ര പുണ്യം നമ്മൾ നേടുന്നുണ്ടോ ആ പുണ്യങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുന്നില്ല. ഭഗവത് സേവനം കൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ പുണ്യഫലങ്ങളെല്ലാം ഭക്തന് ലഭിക്കുന്നുണ്ട്. ഭഗവാന്റെ സേവനം, ഇപ്പൊ നിങ്ങൾ ഷെയറിങ് മാത്രം ചെയ്തു നോക്കൂ, എല്ലാ പുണ്യഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഭഗവത് സേവനം ചെയ്യണം. അതിപ്പോ എന്റെ ക്ലാസ് എന്ന് മാത്രമല്ല കേട്ടോ, ഭഗവാന്റെ ക്ലാസ്സുകൾ, ഭഗവാന്റെ നാമങ്ങൾ ആരാരെടുക്കുന്നുവോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. നമുക്ക് ഭഗവാൻ അതിനൊരു ഓൺ പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട് അല്ലെ. ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എടുക്കാനും കേൾക്കാനുമായിട്ട് ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഭഗവാനെ കുറിച്ച്, ശ്രീല പ്രഭുപാദരെ കുറിച്ച് പറയുന്ന ആ അറിവുകൾ, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നുള്ള അറിവുകൾ ലോകത്തിന്റെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ പരം വലിയൊരു ഭഗവത് സേവനം തന്നെ ഇല്ല. അതുകൊണ്ട് മേൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പുണ്യഫലങ്ങളും
ഗുണങ്ങളും ഭഗവാന്റെ ഭക്തന് ലഭിക്കുന്നുണ്ട്. കൂടാതെ അവസാനം ആ വ്യക്തി സനാതനമായിരിക്കുന്ന പരമധാമത്തിലേക്കാണ് പോകുന്നത്. ഭഗവത് സേവനം ചെയ്യുന്ന ഒരു വ്യക്തി ഭഗവാന്റെ ധാമത്തിലേക്കാണ് യാത്ര പോകുന്നത്. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ റിക്കവർ ആവണം നമ്മുടെ ജീവിതത്തിന്റെ പല പല പ്രശ്നങ്ങളിൽ നിന്നും. 7ഉം 8ഉം അധ്യായങ്ങളുടെ ഒരു ചുരുക്കമാണ് കൃഷ്ണാവബോധത്തെയും ഭഗവത് സേവനത്തെയും കുറിച്ച് പറയുന്ന ഈ ഒരു ശ്ലോകം, അല്ലെ? 7ാം അധ്യായവും നമ്മൾ 8ാം അധ്യായവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ശിക്ഷണത്തിലെ വേദപഠനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ കഠിന വ്രതങ്ങളെല്ലാം നമ്മൾ അനുഷ്ഠിക്കണം. ഒരു ആധ്യാത്മിക ഗുരുവാണ് നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ കഠിനമായിരിക്കുന്ന വ്രതങ്ങളെല്ലാം തന്നെ നമ്മൾ അനുഷ്ഠിക്കണം. തപോനിഷ്ഠരായിരിക്കണം. എപ്പോഴും തപസ്, നമ്മുടെ ജീവിതത്തിൽ ഒരു തപസ് പോലെ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കണം. ബ്രഹ്മചാരികള് ഗുരുഗ്രഹത്തിൽ ആശ്രിതരെ പോലെ കഴിയണം. ബ്രഹ്മചാരികളായിരിക്കുന്ന വ്യക്തികള് ഗുരുവിന്റെ ആ ഒരു ആശ്രമത്തിൽ ഇങ്ങനെ നമ്മൾ ആശ്രിതരെ പോലെ അവിടെ തന്നെ നമ്മൾ ജീവിക്കണം. അവർ വീട് തോറും എരന്ന് കിട്ടിയ ഭക്ഷണം ഗുരുവിന് എത്തിച്ചു കൊടുക്കണം. അവർ ഭിക്ഷ എടുത്തായിരിക്കും ആശ്രമം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം കൽപ്പിച്ചാൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, അല്ലാതെ ഭക്ഷണവും കഴിക്കാൻ പാടില്ല. വിളിക്കാത്ത സമയമായി കഴിഞ്ഞാൽ ശിഷ്യൻ ഉപവസിക്കുക തന്നെ വേണം. ഗുരു പറയാണ് വന്ന് ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാം, ഇല്ലെങ്കിലോ ഗുരു വിളിച്ചിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ ഉപവസിക്കണം. ബ്രഹ്മചര്യ ദീക്ഷയിൽ അനുസരിക്കേണ്ട കുറെ കാര്യങ്ങൾ, ഇപ്പൊ ഒരു ബ്രഹ്മചര്യം ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അനുസരിക്കണം. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് എന്താ, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊണ്ടുവന്നത് എനിക്കില്ലെന്നോ, അത് എവിടത്തെ ന്യായമാണെന്ന് ചോദിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ ഒരു ബ്രഹ്മചര്യ ദീക്ഷയിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഗുരു എപ്പോ വിളിക്കുന്നോ ആ സമയത്തെ നമ്മൾ പ്രസാദം സ്വീകരിക്കാൻ പാടൂ. ഇല്ല എങ്കിൽ നമ്മൾ ഉപവസിക്കണം. പോയി എടുത്ത് തിന്നാനും എൻജോയ് ചെയ്യാനൊന്നും പാടില്ല. അപ്പോ 5 മുതൽ 20 വയസ്സ് വരേക്കും നമുക്ക് എന്തായി ഗുരുകുലവാസമാണ്, അല്ലെ? 5 മുതൽ 20 വയസ്സ് വരേക്കും ഗുരുകുലവാസവും, തുടർന്ന് ശിഷ്യൻ സ്വാഭാവികമായിരിക്കുന്ന ഒരു പരിപക്വത നേടും. ഒരു സ്വഭാവ പരിപക്വത ശിഷ്യൻ നേടിയിരിക്കും. കസേരയിൽ ഇരുന്നിട്ട് ഊഹാപോഹങ്ങൾ നടത്താനുള്ള ഒരു വിനോദമല്ല ഇതൊന്നും. മനസ്സിലായോ? വേദാധ്യയനം സ്വഭാവ രൂപീകരണമാണ് അതിന്റെ ലക്ഷ്യമാണ്. വേദങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് സ്വഭാവം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഒരു ലക്ഷ്യമാണ്. ഈ ശിക്ഷണത്തിന് ശേഷം ബ്രഹ്മചാരിക്ക് വിവാഹം ചെയ്തിട്ട്, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ 20 വയസ്സ് വരെ പഠിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക്, ആ ബ്രഹ്മചാരിക്ക് വിവാഹം ചെയ്തിട്ട് ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കാൻ പറ്റും. ഇനി ഗൃഹസ്ഥാശ്രമത്തിന് ശേഷം കാലത്ത് വീണ്ടും ഗൃഹസ്ഥാശ്രമം നടന്നുകൊണ്ടിരിക്കെ ആ വ്യക്തിക്ക് ഇനിയും പഠിക്കണം എന്നാണെങ്കിൽ അയാൾക്ക് ഒരുപാട് യജ്ഞങ്ങൾ അനുഷ്ഠിക്കാം. അതിനും തെറ്റൊന്നുമില്ല. ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ ദേശം കാലം പാത്രം ഇതിനനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. സത്വഗുണോ രജോ ഗുണോ തമോ ഗുണോ എന്ത് വേണമെങ്കിലും എങ്ങനെ നോക്കിയിട്ടാണെങ്കിലും ശരി ആ ഗുണങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ദാനധർമാദികൾ ചെയ്യണം. ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് നമ്മൾ വന്നതിന് ശേഷം, ഇപ്പോൾ ബ്രഹ്മചര്യം പഠിക്കുന്ന കാലം മുഴുവൻ ബ്രഹ്മചര്യത്തിൽ നിന്ന്, പിന്നെ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന്, പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ വാനപ്രസ്ഥാശ്രമം നമുക്ക് സ്വീകരിക്കാം, അല്ലെ? അത് സ്വീകരിച്ചിട്ട് നമ്മൾ കഠിനമായിരിക്കുന്ന വ്രതങ്ങൾ അനുഷ്ഠിക്കണം. പക്ഷെ ഇന്നിപ്പോ വാനപ്രസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഓരോരോ ആളുകൾ ഉണ്ടാവും, കുറച്ച് ഏജ് ആയിട്ടുള്ളവർ, അവരെ തന്നെ കൺട്രോൾ ചെയ്യാത്ത ടോക്കാണ് അവർക്ക്, അല്ലെ? അപ്പൊ അതൊക്കെ തെറ്റാണ്. ആ കാലങ്ങളിൽ കഠിനമായിരിക്കുന്ന വ്രതങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടുവേണം നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകാൻ. വനവാസം, മരവുരി ഉടുക്കൽ, മുടിയും താടിയൊക്കെ വളർത്തൽ, അങ്ങനെ പോകുന്നുണ്ട് കുറെ നിബന്ധനകൾ. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള നിബന്ധനകളൊന്നും നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. കാലഘട്ടത്തിന്റെ ഒരു മാറ്റമാണ്. പക്ഷെ ഇരിക്കുന്നിടത്ത് ഇരുന്നിട്ട് നാമജപത്തിൽ, വാനപ്രസ്ഥ സമയത്ത് നാമജപത്തോടു കൂടി നമുക്ക് കഴിച്ചുകൂട്ടാൻ സാധിക്കും. ഇങ്ങനെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, ഇതിനെല്ലാം ശേഷമാണ് സന്യാസം എന്ന് പറയുന്നത്. ഒരു കാവി വസ്ത്രം ഇട്ടതുകൊണ്ടോ ഒരു രുദ്രാക്ഷമാല ഇട്ടതുകൊണ്ടോ ഒരു വ്യക്തി സന്യാസമാവില്ല. ഒരു സന്യാസം അനുഭവിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് എല്ലാം തിരിച്ചറിഞ്ഞൊരു വ്യക്തിയായിരിക്കും, എല്ലാം അനുഭവിച്ച വ്യക്തിയായിരിക്കും. ശങ്കരാചാര്യരുടെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അല്ലെ? അങ്ങനെ എല്ലാം അനുഭവിച്ച ഒരാൾക്ക് സന്യാസം സ്വീകരിക്കാൻ പറ്റൂ എന്നുള്ളത്. അപ്പം അങ്ങനെ സന്യാസ ദീക്ഷ സ്വീകരിച്ചിട്ട് ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്കാണ് ആ വ്യക്തി എത്തുന്നത്. അവരിൽ ചില ആളുകൾ, അങ്ങനെ ജീവിച്ച ചില ആൾക്കാര് ദിവ്യ ലോകങ്ങളിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഈ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, പിന്നെ വാനപ്രസ്ഥം, വീണ്ടും സന്യാസത്തിലേക്കൊക്കെ വന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി ദിവ്യ ലോകങ്ങളിലേക്ക് എത്തും എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. കൂടുതൽ പുരോഗമിക്കുമ്പോൾ വിമുക്തരായിട്ട് ആധ്യാത്മിക അന്തരീക്ഷത്തിൽ അവ്യക്തിഗത ബ്രഹ്മജ്യോതിസിലോ വൈകുണ്ഠ ഗ്രഹങ്ങളിലോ കൃഷ്ണലോകത്തിലോ എത്തിച്ചേരുന്നുണ്ട്. ഏതെങ്കിലും നല്ല ഒരു ലോകത്ത് അവരൊരു വൈകുണ്ഠ ഗ്രഹത്തിലായാലും അവരെത്തിപ്പെടുന്നുണ്ട്. വൈദിക ഗ്രന്ഥങ്ങളിലൂടെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ഭഗവത് സേവനത്തിൽ മുഴുകിക്കൊണ്ട് ഒറ്റയടിക്ക് ഈ 4 ആശ്രമങ്ങളിലെയും കർക്കശ വ്രതങ്ങളും പിന്നിട്ട് കളയാമെന്നത് കൃഷ്ണാവബോധത്തിനൊരു മനോഹാരിതയാണ്.
വൈദികമായിരിക്കുന്ന സേവനത്തിൽ നമ്മൾ ഭഗവത് സേവനത്തിൽ മുഴുകിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ കാലങ്ങൾ കൊണ്ടെടുക്കുന്ന ഈ 4 വർണ്ണാശ്രമ ധർമ്മങ്ങളെയും നമുക്ക് കൃഷ്ണാവബോധത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരു സമയം കൊണ്ട് നമുക്ക് അനുഭവിച്ചു തീർക്കാൻ പറ്റും. അപ്പൊ എത്ര മനോഹരമാണ് കൃഷ്ണാവബോധം അല്ലെ. 40 വർഷം കൊണ്ട് നേടേണ്ടത് 4 മിനിറ്റ് കൊണ്ട് ലഭിക്കുക എന്ന് പറയുന്നത് ഈസിയായ ഒരു കാര്യമാണോ? ഒരിക്കലുമല്ല. ഇതം വിദിത്വ എന്നതിന് എന്താ പറയുന്നത്? ഇതം വിദിത്ത എന്ന് പറയുന്നതിന് ഭഗവത്ഗീതയിലെ 7-ാം അധ്യായത്തിലും കൃഷ്ണൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഗ്രന്ഥജ്ഞാനം കൊണ്ട്, ഇപ്പൊ നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നില്ലേ, ഇതാണ് ഗ്രന്ഥജ്ഞാനം. ഗ്രന്ഥജ്ഞാനം കൊണ്ടോ മാനസിക വിചിന്തനം കൊണ്ടോ, മനസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ധ്യാനത്തിലിരുന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മനസ്സിന്റെ ചിന്തകളിൽ കൊണ്ടോ അല്ല ഈ അധ്യായങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെയോ ഭക്തന്മാരിൽ നിന്ന് കേട്ടിട്ടാണ്, ഭഗവാനെ ഫോളോ ചെയ്യുന്ന ഭക്തരിൽ നിന്ന് കേട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള അറിവുകൾ നമ്മൾ പഠിക്കേണ്ടത്. ഒരിക്കലും പാഠപുസ്തകങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മനസ്സിൽ സ്വയം ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളിൽ നിന്നല്ല. ഭഗവാന്റെ സേവ ചെയ്യുന്ന, ഭഗവത് സേവനം അനുഷ്ഠിക്കുന്ന ആ ഭക്തരിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെയുള്ള അറിവുകൾ സ്വായത്തമാക്കേണ്ടത്. 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിലാണ് ഭഗവത്ഗീതയുടെ അകക്കാമ്പ്. 7 മുതൽ 12, അതായത് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 8-ാമത്തെ അധ്യായമാണ്. അപ്പോൾ 8-ാം അധ്യായം മുതൽ 7-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെയാണ് ഭഗവത്ഗീതയുടെ ഒരു അകക്കാമ്പ് എന്ന് പറയുന്നത്. ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ട നടുവിലുള്ള 6 അധ്യായങ്ങളുടെ ആവരണമാണ്, ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ട ഭഗവത്ഗീതയുടെ നടുവിലുള്ള 6 അധ്യായങ്ങളുടെ ആവരണമാണ് ആദ്യത്തെയും അവസാനത്തെയും 6 അധ്യായങ്ങൾ. മനസ്സിലായില്ലേ? ഭഗവാൻ സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ആദ്യത്തെയും അവസാനത്തെയും 6 അധ്യായങ്ങൾ എന്ന് പറയുന്നത്. ഭഗവത്ഗീത വിശേഷിച്ചും നടുവിലുള്ള ഈ 6 അധ്യായങ്ങളും ഭഗവാന്റെ സമക്ഷം എന്നെ കേട്ടറിയാൻ ഭാഗ്യമുണ്ടായ ഒരാളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പകരം വെക്കാനില്ലാത്ത ജീവിതമാണ്. അപ്പോ തപശ്ചര്യ, യജ്ഞം, ദാനം, ജ്ഞാനം എന്നിവ കൊണ്ട് നേടാവുന്ന ഫലങ്ങളെല്ലാം തന്നെ കൃഷ്ണാവബോധം സ്വീകരിക്കുന്നത് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. തപസ് ചെയ്തിട്ട് വരെ നമ്മൾ ഓരോ ഫലങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം തന്നെ കൃഷ്ണാവബോധം കൊണ്ട് നമുക്ക് എളുപ്പം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ എത്ര മനോഹരമാണ് കൃഷ്ണാവബോധം. അത്ര ഈസിയല്ല കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. എന്താ, 1000 സൂര്യഗോളങ്ങൾക്ക് തുല്യമാണ്. കൃഷ്ണാവബോധത്തിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് ഒരു ജന്മം നമ്മൾ തപസ് ചെയ്യുന്നതിന്റെ ഫലങ്ങളാണ് ലഭിക്കുന്നത്. ഭഗവത്ഗീതയെങ്കിൽ കുറച്ചെങ്കിലും ഭഗവത്ഗീതയിൽ വിശ്വാസമുള്ള ഒരു ഭക്തനിൽ നിന്ന് അത് കേട്ട് പഠിക്കണം എന്നാ പറയുന്നത്. കുറച്ചെങ്കിലും, ഒരു മൈന്യൂട്ടായ ഒരു കടുക് മണി അളവിലെങ്കിലും ഭഗവത്ഗീതയിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്നായിരിക്കണം നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കേണ്ടത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. 4-ാം അധ്യായത്തിന്റെ തുടക്കം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഭക്തന് മാത്രമേ ഭഗവത്ഗീത മനസ്സിലാക്കാൻ കഴിയൂ അല്ലെ. നമ്മൾക്കൊക്കെ എത്ര ഈസി ആയിട്ട് ഭഗവാൻ മനസ്സിലാക്കാനുള്ള അനുഗ്രഹം തരുന്നു. അപ്പൊ ഒരു ഭക്തന് മാത്രമായിരിക്കും എന്ത് മനസ്സിലാവുന്നത്? ഗീത മനസ്സിലാവും. അല്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ഗീത മനസ്സിലാവില്ല. ഗീത എന്താണ് എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ അവന്റെ ഉള്ളിൽ കൃഷ്ണാവബോധം ഉണ്ടാവണം. ഭഗവത്ഗീതയുടെ ഉദ്ദേശം മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഊഹാപോഹം ഉണർന്നവരിൽ നിന്നല്ല, അവരുടേതായ മാനസിക സങ്കല്പങ്ങളിൽ നിന്ന് പറയുന്നവരിൽ നിന്നല്ല ഭഗവത്ഗീത കേൾക്കേണ്ടത്. ഒരു കൃഷ്ണ ഭക്തനിൽ നിന്നാണ് ഭഗവത്ഗീത പഠിക്കേണ്ടത് എന്ന് ഭഗവാൻ 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇത് വിശ്വാസത്തിന്റെ ഒരു ലക്ഷണമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ഭഗവത്ഗീത പഠിക്കണം എന്ന് പറയുന്നത്. ഒരു ഭക്തനെ അന്വേഷിച്ച് നടന്ന് ഒടുവിൽ കണ്ടെത്തുമ്പോൾ, ഒരു നല്ല ഭക്തൻ ആരാണ് എന്ന് നമ്മളിങ്ങനെ അന്വേഷിച്ച് നടന്നിട്ട് അവസാനം നമ്മൾ കണ്ടെത്തുമ്പോൾ ഭഗവത്ഗീത പഠിച്ചറിയാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടി. മനസ്സിലായോ? ഭഗവത്ഗീത പഠിക്കാനുള്ള ഒരു തുടക്കമായി ഭക്തനുമായിട്ട് നമ്മളൊരു സഹവാസം, ഇങ്ങനെ ആ ഒരു ബന്ധം നമ്മളിങ്ങനെ നിലനിർത്തി പോകുമ്പോൾ ഭഗവത് സേവനത്തിന് അവസരമായി, ഭഗവാന്റെ ഭക്തരുമായിട്ട് നമ്മളിങ്ങനെ ഒരു നല്ല കണക്ഷൻ വെക്കുമ്പോൾ ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. ആ ഒരു സേവന കർമ്മം കൊണ്ട് കൃഷ്ണനെ കുറിച്ചും കൃഷ്ണന്റെ കർമ്മങ്ങൾ, നാമരൂപങ്ങൾ, ലീലകൾ എന്നിവയെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും നമ്മളിൽ നിന്ന് മാറിക്കിട്ടും. അവയെല്ലാം ഒഴിഞ്ഞു കിട്ടിയാൽ ഭക്തന് പഠനത്തിൽ നന്നായിട്ട് മനസ്സുറയ്ക്കും. ഭഗവാനെ കുറിച്ച് പഠിക്കാനുള്ള ആ ഒരു മനസ്സ് ഭഗവാൻ നമുക്ക് നൽകിയിരിക്കും. ഗീതാ പഠനത്തിൽ സന്തോഷം വളർന്നു വരുമ്പോൾ കൃഷ്ണാവബോധം എപ്പോഴും അനുഭവപ്പെടും. നമ്മൾ ഗീതയിൽ ഇങ്ങനെ സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ കൃഷ്ണാവബോധം ഉറപ്പായിട്ട് നമുക്ക് അനുഭവപ്പെടും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതിന്റെ ഉച്ചകോടിയിൽ ഒരാൾക്ക് കൃഷ്ണനിൽ നല്ല ഒരു പരമമായിരിക്കുന്ന പ്രേമം ഉണർന്നു വരുന്നുണ്ട്. ഭഗവാന്റെ സേവനം എന്തു തന്നെയും ആയിക്കോട്ടെ, ചെറിയ സേവനമാണെങ്കിലും വലിയ സേവനമാണെങ്കിലും അത് നല്ല ഡെഡിക്കേറ്റഡ് മൈൻഡായിട്ട് കൃഷ്ണാവബോധത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ സാധിക്കും. ജീവിതത്തിന്റെ ഈ പരിപൂർണമായിരിക്കുന്ന അവസ്ഥയിലാണ് ആധ്യാത്മിക അന്തരീക്ഷത്തിലേക്കുള്ള ഗോലോക വൃന്ദാവനം എന്ന കൃഷ്ണന്റെ ധാമത്തിലേക്ക്
ഭഗവാന്റെ ഭക്തന് പ്രവേശനം ലഭിക്കുന്നത്. കൃഷ്ണാവബോധത്തിൽ തന്നെ ജീവിച്ചു കഴിഞ്ഞാൽ എന്താ ലഭിക്കുന്നത്? ജീവിതത്തിന്റെ ഈ ഒരു പരിപൂർണമായ അവസ്ഥയിൽ ആധ്യാത്മിക അന്തരീക്ഷത്തിലുള്ള ഗോലോക വൃന്ദാവനം എന്ന കൃഷ്ണന്റെ ധാമത്തിലേക്ക് പ്രവേശിക്കാൻ ഭഗവാന് ഭക്തർക്ക് സമ്മതം ലഭിക്കുകയാണ്. അവിടെയാണ് അവർ ശാശ്വതമായിട്ട് ആനന്ദിക്കുന്നത്. അല്ലാതെ ഇവിടെ ഈ ഭൂമിയിൽ ഒരു വീട് കെട്ടിയത് കൊണ്ടോ കോടിക്കണക്കിന് രൂപ ബാങ്കിൽ വെച്ചത് കൊണ്ടോ വലിയ പേരും പ്രശസ്തി എടുത്തത് കൊണ്ടോ ഒരു ഭക്തൻ സന്തോഷിക്കുന്നില്ല. ആധ്യാത്മിക ലോകത്തിലെത്തുമ്പോൾ ആ ഭക്തൻ സന്തോഷിക്കുന്നു. പരമപദ പ്രാപ്തി എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 8-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവര് 8-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞു. ശരിയല്ലേ? 8-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞില്ലേ? പഠിച്ചോ ഇല്ലേ? പറയൂ. പഠിച്ചു കഴിഞ്ഞില്ല? മനസ്സിലാവുന്നുണ്ടോ ഞാൻ എടുക്കുന്ന ക്ലാസ് നിങ്ങൾക്ക്? ഇനി നമുക്ക് അടുത്തത് പഠിക്കുന്നത് രാജവിദ്യ രാജഗുഹ്യ യോഗമാണ്. പഠിച്ചി. ഇവിടെ ഭയങ്കര സൈലൻസ് ആണ്, കാരണം ഞാൻ മാത്രമേ ഉള്ളൂ. എക്കോ വരും. പഠിച്ചു. സൂപ്പർ. ഇനി നമുക്ക് ഒരു 22-ാമത്തെ ശ്ലോകം തുടങ്ങി വെച്ചതേ ഉള്ളൂ അല്ലേ? അത് എടുത്തരാം. 22-ാമത്തെ ശ്ലോകം എടുത്തരാം. നമ്മൾ ഗീതയിൽ ഒരു ശ്ലോകം പോലും വിട്ടു പോകരുതല്ലോ. പുരുഷ പരം പാർത്ഥ ഭക്ത്യാ ലഭ്യസ്ത്വനന്യയാ യസ്യാം താസ്താനി ഭൂതാനിയേന സർവമിതം തം എന്നാണ്. അപ്പോ അതില് പുതിയ ടോപ്പല്ല, പഴയ ടോപ്പ് തന്നെ, ഒന്നും പുതിയതായിട്ട് വാങ്ങിച്ചിട്ടില്ല. അപ്പൊ അതില് പറയുന്നു, ശുദ്ധമായ ഭക്തി കൊണ്ട് മാത്രം പ്രാപ്യനാണ് സർവരിലും മഹത്താനായിരിക്കുന്ന ആ പരമദിവ്യോത്തമ പുരുഷൻ. സ്വധാമസ്ഥനെങ്കിലും സർവവ്യാപിയും സർവത്തെയും ഉൾക്കൊള്ളുന്നവനാണ് അദ്ദേഹം. അതായത് എന്താ പറയുന്നത്? ശുദ്ധമായിരിക്കുന്ന ഭക്തി കൊണ്ട് മാത്രം പ്രാപ്യനാണ് സർവരിലും. നമുക്ക് ഒരു നല്ല ശുദ്ധമായ ഭക്തിയാണ് ഉള്ളതെങ്കിൽ ആ ശുദ്ധമായ ഭക്തിയുള്ള വ്യക്തിയിലേക്ക് മാത്രമേ ഭഗവാൻ വരൂ. ശുദ്ധമായ ഭക്തിയുടെ അടിസ്ഥാനം എന്താണ്? കള്ളത്തരമില്ലാതെ, ചതിയില്ലാതെ, വഞ്ചനയില്ലാതെ, ആസക്തികളില്ലാതെ, ആഗ്രഹങ്ങളില്ലാതെ നിഷ്കാമമായിരിക്കുന്ന ഒരു പ്രേമഭക്തി വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്. ആ മനസ്ഥിതിയോടുകൂടി ജീവിക്കുന്നവരുടെ ഉള്ളിൽ മാത്രമേ കൃഷ്ണ പ്രേമം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികളിലാണ് ഭഗവാനെ കാണാൻ സാധിക്കുന്നത്. സ്വധാമസ്ഥനാണെങ്കിൽ ഭഗവാന് സ്വന്തമായിട്ട് ഒരു ധാമമുണ്ട് അല്ലെ? ആ ധാമമുള്ള ഒരാളാണെങ്കിൽ കൂടിയും സർവവ്യാപിയാണ് ഭഗവാൻ. സർവത്തെയും ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? എവിടെ നിന്ന് തിരിച്ചു വരില്ലയോ ആ പരമപദമാണ് പരമദിവ്യോത്തമമായിരിക്കുന്ന കൃഷ്ണന്റെ ലോകം എന്ന് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ എവിടേക്കാണോ പോകുന്നത്? ഗോലോകത്തിലേക്ക്. ഗോലോകത്തിലേക്ക് പോയാൽ നമുക്ക് തിരിച്ചു വരവില്ല. ആ തിരിച്ചു വരാൻ സാധിക്കാത്ത ആ ലോകത്തിലേക്കുള്ള യാത്രയാണ് എന്തെന്ന് പറയുന്നത്? പരമമായിരിക്കുന്ന ഒരു സത്യം. അത് ഭഗവാന്റെ ഗോലോകം മാത്രമാണ്. ബാക്കി എവിടെ പോയാലും ഈ ഭൂമിയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ആനന്ദ ചിന്മയ രസ എന്നാണ് ആധ്യാത്മിക ആനന്ദപൂർണമായിരിക്കുന്ന ഈ സ്ഥാനത്തെ, അതായത് നമ്മൾ ഗോലോകത്തിലേക്ക് എത്തുന്ന ആ സ്ഥാനത്തെ ആനന്ദ ചിന്മയ രസ എന്നാണ് ബ്രഹ്മസംഹിതയിൽ പറയുന്നത്. അവിടെ കാണാവുന്ന വർണ്ണവിശേഷങ്ങൾക്കെല്ലാം ഒരേ ഗുണമാണ്. അവിടെ നമ്മൾ എന്ത് വർണ്ണവിശേഷങ്ങൾ കണ്ടാലും അത് ഒരു ഗുണമാണ്. മനസ്സിലായോ? ആധ്യാത്മിക ആനന്ദം ഒന്നും അവിടെ ഭൗതികമായിട്ടില്ല. ഒരു ആനന്ദവും അവിടെ ഭൗതികമായിട്ടുള്ള ആനന്ദമില്ല. ഈ ഭൂമിയിൽ നമ്മൾ സന്തോഷിക്കുന്ന ഒരു ആനന്ദവും തന്നെ അവിടെ ആധ്യാത്മികതയിൽ ഇല്ല. അതുകൊണ്ട് ഭഗവാന്റെ ആധ്യാത്മിക വിസ്തരണങ്ങളെ പോലെ തന്നെയാണ് അവിടെയുള്ള വൈവിധ്യമാർന്ന വിസ്തരണങ്ങളും. ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ. ഭഗവാന്റെ ആ ലോകത്ത് എന്തെല്ലാം സന്തോഷങ്ങളുണ്ടോ ആ സന്തോഷങ്ങളൊന്നും തന്നെ ഇവിടെയുള്ള സന്തോഷങ്ങളല്ല എന്നാ പറയുന്നത്. അത് തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന ഒരു സന്തോഷമാണ്. 7-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അവിടുത്തെ എല്ലാ ആവിർഭാവങ്ങളും സമ്പൂർണമായിട്ട് എന്താണ്? ആധ്യാത്മിക ശക്തിയുടേതാണ്. മനസ്സിലായോ? ഭൗതിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എപ്പോഴും തന്റെ പരമധാമത്തിലായിരിക്കും അല്ലെ? നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഭഗവാൻ എപ്പോഴും പരമധാമത്തിലായിരിക്കും. ഭൗതിക ശക്തിയാൽ അവിടുന്ന് സർവവ്യാപിയായിരിക്കുന്നു. ഭഗവാൻ എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
ഭൗതികവും ആത്മീയവുമായിരിക്കുന്ന ലോകങ്ങളിൽ തന്റെ ഭൗതികമായിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന ശക്തിയിലൂടെ അദ്ദേഹം സർവ്വവ്യാപിയായിരിക്കണം. അദ്ദേഹത്തിന് ഭൗതികമായ ശക്തിയുമുണ്ട്, ആത്മീയമായ ശക്തിയുണ്ട്. ആ രണ്ട് ശക്തിയും വെച്ചിട്ട് അദ്ദേഹം സർവ്വവ്യാപിയായിരിക്കുകയാണ്. ഏതൊന്നും അദ്ദേഹത്തിൽ തന്റെ ആധ്യാത്മികമോ ഭൗതികമായ ശക്തിയിൽ നിലനിന്ന് പോരുന്നു. സർവവും ഭഗവാന്റെ ആ ശക്തിയിലുണ്ട്. ആധ്യാത്മികമായ ശക്തിയുണ്ട്, ഭൗതികമായ ശക്തിയുണ്ട്. അപ്പോ യസ്യാന്തസ്ഥാനി എന്ന പദം അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ദ്വിത ശക്തികളാൽ ഭഗവാൻ സർവ്വവ്യാപിയാകുന്നു. ഈ ശക്തികൾ രണ്ടുമുള്ളത് കൊണ്ട് ഭഗവാൻ എപ്പോ വേണമെങ്കിലും, എവിടെ വേണമെങ്കിലും, എങ്ങനെ വേണമെങ്കിലും, ആരുടെ അടുത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാന് വരാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആധ്യാത്മികമായിരിക്കുന്ന ഈ ശക്തി അത് രണ്ടും ഭഗവാനിൽ തന്നെയുണ്ട്. കൃഷ്ണന്റെ പരമപദത്തിലോ എണ്ണമറ്റ വൈകുണ്ഠ ഗ്രഹങ്ങളിലോ എത്തിച്ചേരാൻ ഭക്തി കൊണ്ട് മാത്രമേ കഴിയൂ. മനസ്സിലായോ? ഭഗവാനോടുള്ള ആ ഒരു എണ്ണമറ്റ പരമപദത്തിലോ എണ്ണമറ്റ വൈകുണ്ഠ ഗ്രഹങ്ങളിലോ എത്തിച്ചേരാൻ ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് ഉറച്ചു പറയുന്നുണ്ട്. ഭഗവാനിലേക്ക് പോണോ? ഭക്തി വേണം, നിർബന്ധമാണ്. ഭക്ത്യ എന്ന പദം, പരമപദം പോകാൻ ഒന്നിനും സാധിക്കില്ല. ഭക്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് മറ്റൊരർത്ഥം അതിന് കാണേണ്ട ആവശ്യമില്ല. കാരണം ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ലോകത്തിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കം, അതിനു വേണ്ടിയിട്ടുള്ള വഴി അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഭക്തി എന്ന് പറയുന്നത്. വൈദിക ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഏകോവശീസ ഗർവഘ കൃഷ്ണ, അത് പരമധാമത്തിൽ ഒരു ഭഗവാൻ മാത്രമാണുള്ളത്. അവിടുത്തെ പേരാണ് കൃഷ്ണൻ. പരമധാമത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? കൃഷ്ണൻ എന്നത്. അത്യന്തം കാരുണ്യം നിറഞ്ഞ ആളാണ് അദ്ദേഹം, അല്ലെ? നമ്മളോട് എപ്പോഴും കാരുണ്യം കാണിക്കുന്ന ഒരേ ഒരു വ്യക്തിത്വമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഏകനാണെങ്കിലും കൃഷ്ണൻ പരസഹസ്രം പൂർണ്ണ വിസ്താരങ്ങൾ കൈക്കൊള്ളുന്നു. ഒരൊറ്റ ആളാണ് കൃഷ്ണനെങ്കിലും കൃഷ്ണൻ എത്ര രൂപങ്ങൾ വേണമെങ്കിലും സ്വീകരിക്കാൻ സാധിക്കും. അതെങ്ങനെ വേണമെങ്കിലും, എവിടെ വെച്ച് വേണമെങ്കിലും, ഏത് രീതിയിൽ വേണമെങ്കിലും ഭഗവാൻ മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരിക്കും. മാറി മാറി വരുന്ന അസംഖ്യം ഇലകളും വിവിധ പുഷ്പഫലങ്ങളും ചുവന്ന് നിശ്ചലമായി നിൽക്കുന്ന ഒരു വൃക്ഷത്തോട് ഭഗവാനെ വേദങ്ങൾ ഉപമിച്ചിട്ടുണ്ട്, അല്ലെ? ഒരു വൃക്ഷത്തിൽ ഒരുപാട് ഇലകൾ മാറി മാറി വരുന്നുണ്ട്. അതേപോലെ അതെല്ലാം ചുമന്നൊരു വൃക്ഷം നിൽക്കുന്നത് പോലെ ഭഗവാൻ ഏകനാണെങ്കിലും വിവിധപരമായിരിക്കുന്ന ഭാവങ്ങൾ ഭഗവാൻ കൈക്കൊള്ളുന്നുണ്ട്. വൈകുണ്ഠ ഗ്രഹങ്ങളിൽ ആധിപത്യം വഹിക്കുന്ന ഭഗവാന്റെ പൂർണ്ണ വിസ്തീർണമായിരിക്കുന്ന, വൈകുണ്ഠത്തില് ആധിപത്യമുള്ള ഭഗവാന്റെ പൂർണ്ണ വിസ്തരണങ്ങളായിരിക്കുന്ന ചതുർഭുജ മൂർത്തികൾ, 4 കൈകളോട് കൂടിയ മൂർത്തികള് പുരുഷോത്തമൻ, ത്രിവിക്രമൻ, കേശവൻ, മാധവൻ, അനിരുദ്ധൻ, ഋഷികേശൻ, സംകർഷണൻ, പ്രത്യുപ്നൻ, ശ്രീധരൻ, വാസുദേവൻ, ദാമോദരൻ, ജനാർദ്ദനൻ, നാരായണൻ, വാമനൻ, പത്മനാഭൻ എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് ഭഗവാൻ അറിയപ്പെടുന്നത്, അല്ലെ? വൈകുണ്ഠ ഗ്രഹത്തിലുള്ള ചതുർബാഹുവോട് കൂടിയ ഭഗവാന്റെ ഒരുപാട് വിസ്തരണങ്ങളുണ്ട്. ആ വിസ്തരണങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പൊ അത്രയും വിസ്തരണങ്ങൾ ഭഗവാന്റെ പല പല പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ സദാ ഗോലോക വൃന്ദാവനം എന്ന ഉത്കൃഷ്ട ധാമത്തിലാണുള്ളത്, അല്ലെ? ഭഗവാൻ അവിടെ ഗോലോക വൃന്ദാവനം എന്ന് പറയുന്ന ആ ഒരു വൃന്ദാവന ധാമത്തിലാണ് ഭഗവാനുള്ളത്. സർവ്വവ്യാപിയാണ് അദ്ദേഹം, എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കും. എല്ലാം ഭംഗിയായി ഭഗവാൻ നടത്തുന്നുണ്ട്. ഗോലോക ഏവ നിവസത്യാഖിലാത്മബുധ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മസംഹിതയിൽ പറയുന്നത്, പരാസ്യ ശക്തിർവിവിധൈവ ശ്രൂയതേ സ്വാഭാവികീ ജ്ഞാനബലിക്രിയ ച എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് ഭഗവാൻ വിദൂരസ്ഥനാണെങ്കിലും നമ്മളുടെ കൂടെയല്ല ഭഗവാൻ ഉള്ളതെങ്കിലും ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിലെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടിയും കുറ്റമറ്റ വിധത്തിലും നടത്തിക്കൊണ്ടു പോകാൻ തക്കവണ്ണം ബൃഹത്താണ് അവിടുത്തെ ശക്തി വിശേഷങ്ങൾ. അതായത് രാവിലെ സൂര്യൻ ഉദിക്കുമെന്ന് പറഞ്ഞാൽ ഉദിക്കാത്ത ഒരു ദിവസവും ഇല്ല അമ്മ, വിളിക്കാമ്മ, ഞാനിപ്പം കുറച്ച് ജോലി തിരക്കുമായിട്ട് മറ്റൊരു സ്ഥലത്താണുള്ളത്. അപ്പോൾ എനിക്ക് എന്താണെന്നറിയോ, നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് മാറ്റി വെക്കേണ്ടി വരും. ഒരു ജോലി സ്ഥലത്താണ്, ഞാൻ അമ്മയെ വിളിക്കാം കേട്ടോ. കുറച്ച് പേരോടൊക്കെ ഞാൻ സംസാരിച്ചു. പിന്നെ നമ്മുടെ മഞ്ജരീസിൻ്റെ ഫോൺ കോൾസിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല, എപ്പോഴും റൂം ബുക്കിംഗ് അത് ഇത് കോൾ വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വന്ന കാര്യം നടക്കാതെ പോകും. ഇങ്ങനെ 10 പേരെ മുമ്പിലിരുന്ന് സംസാരിക്കുമ്പം അവർക്കും അതൊരു ഇറിറ്റേഷൻ. എപ്പോൾ നോക്കിയാലും ഫോൺ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ അവർക്കും ഉണ്ടാവില്ലേ. അപ്പം ഞാൻ വന്ന കാര്യങ്ങളെല്ലാം ഒന്ന് കഴിഞ്ഞ് ചെന്നൈയിലെത്തി. അവിടെ വന്നതിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രീ ആകുമ്പോൾ ഞാൻ വിളിക്കാം കേട്ടോ. കുറച്ച് പേരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഫ്രീ ടൈമിൽ ബാക്കി സമയം വിളിക്കാം. നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ അവർക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്താലേ ഓക്കെ അവിടെയും നമ്മൾ ഇതേ തന്നെ റൊട്ടീൻ ചെയ്താൽ അവർക്കും അതൊരു അകൽച്ച പോലെ ഫീൽ ചെയ്യില്ലേ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്തത്. എന്തായാലും വിളിക്കാം. എങ്കിലും എമർജൻസി ഉള്ളവർ ആരാന്ന് വെച്ചാൽ വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഫ്രീ ടൈം നോക്കി ഞാൻ എടുത്ത് സംസാരിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഭഗവാൻ ഒരുപാട് വിദൂരസ്ഥനാണെങ്കിൽ കൂടിയും
എപ്പോഴും ഭഗവാൻ ദൂരത്ത് ആ ഗോലോകധാമത്തിലാണ് ഭഗവാൻ എങ്കിൽ കൂടിയും ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിലെ, അതായത് നമ്മൾ ഇവിടെ കാണുന്ന ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടി നടക്കുന്നുണ്ട് അല്ലെ, കുറ്റമില്ലാതെ നടക്കുന്നുണ്ട്. അത്രയും ബൃഹത്താണ് ഭഗവാന്റെ ശക്തികൾ എന്ന് പറയുന്നത്. കാരണം എന്താ, നമുക്കിവിടെ സൂര്യൻ ഉദിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അസ്തമിക്കുന്നുണ്ട്, ഒരു ഇല പോയിട്ട് അടുത്ത ഇല വരുന്നുണ്ട്, ഭൂമിയിൽ വെള്ളം ഉറവ് പൊട്ടി വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും രാത്രിയും പകലും തണുപ്പും എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ ഭൂമിയെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഭഗവാന്റെ ശക്തിയെ കുറിച്ച് ഒരു നിമിഷമെങ്കിലും നമ്മൾ ആലോചിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ആലോചിച്ചാലാണ് ഭഗവാനെ കുറിച്ച് നമുക്ക് നല്ലൊരു അറിവ് ലഭിക്കുന്നത്. അല്ലാത്ത പക്ഷം ഭഗവാൻ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അല്ലെ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരാനുള്ള ഒരു വ്യക്തിയായിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യരുത്, ഭഗവാനെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. നമ്മുടെ കാര്യം നടത്തി തരാ എന്നുള്ളത് മാത്രമല്ല, ഭഗവാൻ എന്താണ്, നമ്മളോട് അത്രയും ഒരു പരമമായിരിക്കുന്ന സ്നേഹം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തെ അതുപോലെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നാളെ മുതൽ നമുക്ക് പുതിയൊരു അധ്യായമാണ്. നാളെ എനിക്ക് ഇവിടുന്ന് ഒരു യാത്രയുണ്ട്. ഞാൻ ഈ ഒരു 1 വീക്ക് കഴിയുമ്പോൾ കുറച്ചൊന്ന് ഫ്രീ ആവും. ഓക്കെ, അപ്പം നാളെ നമുക്ക് രാജവിദ്യ രാജഗുഹ്യ യോഗത്തെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അത് നാളെ എടുക്കാം. ഓക്കെ, അപ്പം എല്ലാവരും റെസ്റ്റ് ചെയ്യുക, നന്നായിട്ടിരിക്കുക, ഒന്നിനെ കുറിച്ചും വറി ചെയ്യണ്ട. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. എല്ലാവർക്കും ശുഭരാത്രി. മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യുക. ഓക്കെ, ഹരേ കൃഷ്ണ.